ഹൈ ഫ്രണ്ട്സ്, നമ്മൾ പുതിയ SCERTയുടെ 9ാം ക്ലാസ്സിലെ പാർട്ട് 2 സോഷ്യൽ സയൻസിലെ ക്ലാസ് ലെസൺ 2 കേട്ടോ. ഇതെടുക്കാൻ പോകുന്നത് വിശാല സമതല ഭൂവിൽ. അതായത് നമ്മൾ ഈ വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ മഹാസമതലം പഠിക്കാറുണ്ട് അല്ലെ. നമുക്ക് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്നതിൽ നമുക്കൊരു കുറെ ടോപ്പിക്കുകൾ നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി ഭാഗത്തുണ്ട്. ഏതൊക്കെ പറയും? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങള്, മരുഭൂമികള്, അങ്ങനെയൊക്കെയാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും പുതിയ കൂട്ടുകാർ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാണ്. 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 9ാം ക്ലാസ്സിലും എന്ത് ചെയ്തിട്ടുണ്ട്? ബുക്കുകൾ മാറിയിട്ടുണ്ട്. നമ്മൾ 5ാം ക്ലാസ്സിലെ പുതിയ ബുക്കിലെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ചെയ്തു. 7ാം ക്ലാസ്സിലെയും സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ചെയ്തു. 9ാം ക്ലാസ്സിലെ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തു. പാർട്ട് 1 ഇനി 9ാം ക്ലാസ്സിലെ പാർട്ട് 2 1ാമത്തെ ലെസൺ എടുത്തു കഴിഞ്ഞു. ഇന്ന് എടുക്കാൻ പോകുന്നത് 2ാമത്തെ ലെസൺ ആണ്. ഇത് നമ്മൾ ഇന്നലെ ലോകത്തിന്റെ നെറുകയിൽ എന്ന ലെസൺ ഇന്നലെ ചർച്ച ചെയ്തു. ഇതിൽ മുഴുവൻ നമ്മൾ ഇന്നലെ എന്താണ് പഠിച്ചത്? ഉത്തര പർവ്വത മേഖല അല്ലെ. ഉത്തര പർവ്വത മേഖല എന്ത് ചെയ്തു? വ്യക്തമായിട്ട് തന്നെ നല്ല ഡീപ്പായിട്ട് പറയുന്നുണ്ട്. ഡീപ്പ് നല്ല ആഴത്തിലാണ് ഉത്തരപർവ്വത മേഖല പഠിക്കാനുള്ളത്. അതേപോലെ തന്നെയാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗത്തിൽ വരുന്ന ഉത്തര മഹാസമതലം. ഇതിൽ എന്താ വരുന്നത്? ഉത്തര മഹാസമതലം. ഇതില് ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്തു? ഒരു ലെങ്തി വീഡിയോ ആയിട്ട് ഒറ്റ ക്ലാസ്സിൽ തന്നെ 5ഉം 7ഉം 9ാം ക്ലാസ്സിലെ പാർട്ട് 1 ചെയ്തു. പാർട്ട് 2 എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. കാരണം എന്താണ്? നല്ല ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലെങ്തി വീഡിയോ ഇട്ട് നമുക്ക് ഒന്നും അവിയിൽ പരിപാകും. അത്രയേ ഉള്ളൂ. ഒന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമുക്കിന്ന് 2ാമത്തെ ലെസണിലേക്ക് കടക്കാം. വിശാല സമതല ഭൂവിൽ. അപ്പൊ ഇനി നാളെ ഇതൊരു ക്ലാസ് ആയി, മറ്റന്നാ ഇതൊരു ക്ലാസ് ആയി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പൊ 5ഉം 7ഉം 9ഉം പുതിയ SCERT ഭാഗങ്ങൾ കവർ ചെയ്തു. ഇനി നമുക്ക് വീണ്ടും 5ാം ക്ലാസ്സിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് സയൻസ് വിഷയങ്ങൾ എടുക്കാൻ. സയൻസ് അതേപോലെ തന്നെ 5, 7, 9 വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് അടിപൊളിയായിട്ട് നമുക്കിനി പഴയ SCERTയും പുതിയ SCERTയും കൂടിയിട്ട് ഓരോ ടോപ്പിക് വൈസായിട്ട് ഭരണഘടന എന്താണ്, ബയോളജിയിൽ എന്താണ്, ഫിസിക്സിൽ എന്താണ്, കെമിസ്ട്രിയിൽ എന്താണ്, അതേപോലെ തന്നെ ഓരോന്നും ഇന്ത്യ ഹിസ്റ്ററി എന്താണ്, കേരള ഹിസ്റ്ററി എന്താണ്, അപ്പൊ എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യാം? ഓരോരോ ടോപ്പിക് വൈസ് ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ക്ലാസ്സുകൾ ചെയ്യാം. നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അത് ഉറപ്പാണ്. തരുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെയും കുറച്ച് പഠിച്ച് മറ്റുള്ളവരുടെയും പോയി കുറച്ച് പഠിച്ച് ചാടിക്കൊണ്ടിരിക്കാതെ തരുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു പാർട്ട് 2 2ാമത്തെ ലെസൺ ആണ് ഇത് പറഞ്ഞു. നിങ്ങൾ 5ഉം 7ഉം 9 പാർട്ട് 1 കംപ്ലീറ്റ്, പാർട്ട് 2 1ാമത്തെ ലെസൺ ഒപ്പം റിവിഷനും കൊണ്ടുപോകണം കേട്ടോ. ഒപ്പം റിവിഷൻ ചെയ്ത് വരാം. അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ക്ലാസ്സുകൾ എത്തിക്കുന്നത്. വെറുതെ ഒരു ക്ലാസ് ഇങ്ങനെ കണ്ടുകൊണ്ട് പോയത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? റിവിഷൻ ബാക്കിലോട്ട് വീണ്ടും വരണം. ഇനി നമ്മൾ ഇനി അടുത്ത 2 ദിവസം കൊണ്ട് നമുക്ക് ഈ ക്ലാസ് ഈ രണ്ട് ലെസണും കഴിയും. അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആക്കണം. കാരണം നമ്മൾ ഇനി അടുത്ത സയൻസിലേക്ക് കടക്കുകയാണ്. സയൻസിലേക്ക് കടക്കുമ്പോഴേക്കും ഇവിടെ സോഷ്യല് കംപ്ലീറ്റ് ആയിരിക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലും തടയുന്നുണ്ടെങ്കിൽ അവിടെ അത് അപ്പം നോട്ട് ചെയ്യണം. നമുക്ക് തടയാന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ വായിച്ചു കൊണ്ടുപോകണം. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നോ ഇല്ല, ഇതെല്ലാം അറിയാം, ഇതറിയാം. അത് അവിടെ എത്തുമ്പോൾ അത് അറിയുന്നില്ല. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് തന്നെ റിവിഷൻ ചെയ്ത് മാറ്റണം കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതില് വിശാല സമതല ഭൂവിൽ ഇതാണ് ഉത്തര മഹാസമതലം. അപ്പൊ നമ്മളിപ്പോ ഇതിൽ പഠിക്കുമ്പോൾ നമ്മൾ ഇന്നലെ ഉത്തരപർവ്വത മേഖല പഠിച്ച് ലെവലായിട്ട് നിൽക്കുകയാണ് അല്ലെ. നല്ല രീതിയിൽ പഠിക്കാനുണ്ടല്ലേ. നിങ്ങൾ ഗൈഡും ഒന്നും പഠിക്കാൻ നിൽക്കണ്ടാട്ടോ. SCERT തന്നെ ഇന്ത്യൻ ജോഗ്രഫിയും എല്ലാം, ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നല്ല രീതിയിൽ SCERT തന്നെ നോക്കിയാൽ മതി. നമുക്ക് ഉത്തര മഹാസമതലം എടുക്കാം. ഇതില് എങ്ങനെ ഉത്തര മഹാസമതലം എന്നൊരു ഭൂപ്രദേശം രൂപീകരിച്ചു, എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകള്, എത്രയാണ് ഇതിന്റെ വിസ്തൃതി, എന്താണ് ഇവിടുത്തെ കാലാവസ്ഥകള്, എന്താണ് ഈ ഭാഗത്തുനിന്നുള്ള പ്രത്യേകത, ഇതൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് പഠിച്ചിട്ട് പോകണം. എന്താണ് ഉത്തര മഹാസമതലം നോക്കിയാലോ. മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങള്, അതിവിശാലമായ സമതല ഭൂമികള്, പീഠഭൂമികള്, ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങൾ, താഴ്വരകൾ,
മുതലായ വൈവിധ്യങ്ങളായ ഭൂരൂപങ്ങൾ ഭൗമ ഉപരിതലത്തിൽ കാണപ്പെടുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപം കൊണ്ടവയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഒന്നായ ഉത്തരപർവ്വത മേഖലയെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളുണ്ട്, നല്ല സമതല ഭൂമികളുണ്ട് അല്ലെ, നിരപ്പായിട്ടുള്ള ഭൂമികളുണ്ട്, അതുപോലെ പീഠഭൂമികളുണ്ട്, നല്ല ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങളുണ്ട് അല്ലെ, മരുഭൂമികളുണ്ട്, താഴ്വരകളുണ്ട്. ഇതൊക്കെ നിറഞ്ഞതാണ് നമ്മുടെ ഭൂപ്രദേശം എന്ന് പറയുന്നത്. ഇനി ഉത്തരപർവ്വത മേഖലയുടെ തെക്കു ഭാഗത്തായിട്ടും, എന്താണ് ഉത്തരപർവ്വത മേഖല ഇന്നലെ പഠിച്ചില്ലേ, അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉത്തരപർവ്വത മേഖലയുടെ ഏതു ഭാഗത്താണ്? തെക്കു ഭാഗത്തും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്തായിട്ടും സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഏത്? ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഈ ഉത്തര മഹാസമതലം അതിവിശാലമായ ഒരു എക്കൽ സമതലമാണിത്. സിന്ധുവും ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് നന്നായിട്ട് നോട്ട് ചെയ്തോ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഉത്തരപർവ്വത മേഖലയുടെ ഏതു ഭാഗത്താണ്? തെക്കു ഭാഗത്താണ്. ഉത്തരപർവ്വത മേഖലയുടെ തെക്കു ഭാഗത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഉത്തര മഹാസമതലം സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയുടെ തെക്കു ഭാഗത്താണ്. എങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏതു ഭാഗത്താണ്? വടക്കു ഭാഗത്താണ്. വടക്കു ഭാഗത്താണ്. ശ്രദ്ധിക്കണം കേട്ടോ, ഈ അതിരുകൾ തരുന്ന സമയത്ത് നമുക്ക് തെക്കും വടക്കൊക്കെ കൺഫ്യൂഷൻ ആകും. നമ്മൾ ഇരുന്ന് ബെഞ്ചിൽ ഇരുന്നിട്ട് മേലേക്കും താഴേക്കും തെക്കും വടക്കും നോക്കേണ്ട അവസ്ഥ വരും. അപ്പൊ അത് നോക്കണം. ഉത്തരപർവ്വത മേഖലയുടെ തെക്കു ഭാഗത്താണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു ഭാഗത്തുമായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഉത്തര മഹാസമതലം സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ മറ്റൊരു പേരെന്താണ്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഉത്തര മഹാസമതലത്തിന്റെ പ്രത്യേകത എന്താണ്? അതിവിശാലമായ എക്കൽ സമതലമാണ് കേട്ടോ. അതിവിശാലമായ എക്കൽ സമതലമാണ്. ഈ 3 പോയിന്റ് ഇവിടെ നിന്ന് പഠിച്ചേ. 3 പോയിന്റ് ഇവിടെ നിന്ന് പഠിക്കണം കേട്ടോ. ഇവിടെ നിന്ന് പഠിക്കണം. എന്തൊക്കെയാണ് ഉത്തര മഹാസമതലത്തിന്റെ വിശേഷണങ്ങൾ പറഞ്ഞത്? ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായിട്ടും സ്ഥിതി ചെയ്യുന്നു. അതിവിശാലമായ എക്കൽ സമതലമാണ്. പിന്നെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും ഇത് അറിയപ്പെടുന്നു. പഠിച്ചല്ലോ. ഇനി നോക്കിക്കേ, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ മാപ്പ് നോക്കൂ. സൂചിക ഇതാ ഈ കളറിൽ തന്നിരിക്കുന്നത് എന്താണ്? പർവ്വതങ്ങളാണ്. കണ്ടോ, ഈ കളറിൽ മുഴുവൻ തന്നിരിക്കുന്നതൊക്കെ എന്താണ്? പർവ്വതങ്ങളാണ്. ഉത്തര പർവ്വത മേഖല നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ മാപ്പിൽ. നമ്മള് പടിഞ്ഞാറ് വടക്ക് മുതലേ വടക്ക് ടു വടക്ക് കിഴക്ക് അതിർത്തി ആയിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഉത്തര പർവ്വത മേഖല എന്നല്ല സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അവരുടെ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് ഇത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം, അല്ലെങ്കിൽ എന്ത് പറയുന്നത്? ഉത്തര മഹാസമതലം. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഉത്തര മഹാസമതലം കണ്ടോ, സെൻട്രലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഉത്തര മഹാസമതലം. പിക്ചർ എപ്പോഴും ഓർമ്മ വരണം. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി അല്ലെ. അത് സ്ഥിതി ചെയ്യുന്നത് കണ്ടോ, ഉപദ്വീപീയ പീഠഭൂമി. അപ്പൊ ഈ മാപ്പ് നല്ല രീതിയിൽ മനസ്സിലൊന്നും നല്ല രീതിയിൽ പിക്ചർ എപ്പോഴും ഉണ്ടാകണം. വടക്കേ ടു വടക്ക് കിഴക്കായിട്ട് ഉത്തരപർവ്വത മേഖല സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ലേ. അതേപോലെ തന്നെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതല ഉപദ്വീപീയ പീഠഭൂമി. എങ്ങനെയാണ് ഈ മഹാസമതലം? നമ്മൾ ഇന്നലെ ഉത്തരപർവ്വത മേഖല എടുത്ത് ഇന്നലെ വായിച്ച് പഠിച്ച് ലെവലായിട്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴും വായിൽ എന്താണ് പർവ്വത മേഖല എന്ന് വരുന്നത്? എന്തെങ്കിലും ഇടയിൽ കൂടെ പറയുകയാണെങ്കിൽ നിങ്ങളത് തിരുത്തണം കേട്ടോ. ഉത്തര മഹാസമുദ്രമാണേ. എങ്ങനെയാണ് ഈ ഉത്തര മഹാസമതലം രൂപം കൊണ്ടത്? നോക്കിയത് കണ്ടോ, മഴത്തുള്ളികളാണ്. നോക്കിക്കേ, മഴ പെയ്യുന്നു അല്ലെ. ഈ മഴ പെയ്യുന്ന സമയത്ത് താഴെ എന്ത് ചെയ്യും? വസ്തുക്കളെ ഇളക്കും അല്ലെ. മഴ പെയ്യുന്ന സമയത്ത് വെള്ളം മാത്രമാണ് ഒലിച്ചു പോകുക? ഇല്ല, നിലത്തുള്ള സാധനങ്ങളെ കൂടിയിട്ട് അത് ഇളക്കും. കണ്ടോ, സാധനങ്ങളൊക്കെ അത് ഇളകി വന്നു. ആ ഇളകിയിട്ട് അത് എന്ത് ചെയ്യണം? അത് അങ്ങനെ ഒഴുകി ഇതാണ്ട് ഇവിടെ എന്ത് ചെയ്തു? ഒക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും. ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുമ്പോൾ ഇത് എന്തായിട്ട് മാറുകയാണ്? എക്കൽ മണ്ണ് അല്ലെ. എക്കൽ മണ്ണുകള് നിക്ഷേപിക്കുകയാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഉത്തര മഹാസമതലം രൂപം കൊള്ളുന്നത്. കണ്ടോ, നദികൾ ഒഴുക്കി കൊണ്ടുവരുന്ന ചെളി, മണല്, ചരല് എന്നിവ ഉൾപ്പെടെയുള്ള ശിലാവിശിഷ്ടങ്ങളാണ് എക്കൽ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഉത്തര മഹാസമതലം രൂപം കൊണ്ടിരിക്കുന്നത്, അത് എങ്ങനെ രൂപം കൊണ്ടു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പഠിക്കാതാ. ഇവിടെ നിന്നിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങി ഭൗമ ഉപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായി ഭൗമ ഉപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ആയതിനാൽ ഇവയെ ഭൂരൂപീകരണ സഹായികളെന്നും ഭൂരൂപണം ഉണ്ടാകുന്നതിന് സഹായകരമായ പ്രക്രിയകളെ ഭൂരൂപ പ്രക്രിയകളെന്നും വിളിക്കുന്നു. കാരണം എന്താണ്?
അപ്പോൾ നമുക്ക് മനുഷ്യപരമായിട്ടാണെങ്കിലും അല്ലെ, ബാഹ്യപരമായിട്ടാണെങ്കിലും ആന്തരികപരമായിട്ടാണെങ്കിലും ഒക്കെ എന്താണ് പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഭൂമിയിൽ എന്താണ് സംഭവിക്കുക? പലതരം ഇപ്പം നമ്മൾക്ക് അറിയുമ്പോൾ ഓരോ ഭാഗങ്ങളിൽ നിന്ന് മണ്ണിടിക്കാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ പാറ പൊട്ടിക്കാറുണ്ട്. അപ്പൊ അവിടുത്തെ ഭൂരൂപങ്ങൾ എന്താണ്? ഷേപ്പേ മാറില്ലേ, ഓരോരോ ഷേപ്പുകളായിട്ട് മാറും. അങ്ങനെ എന്താണ് ഭൂരൂപീകരണ സഹായികൾ എന്ന് ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകരമായ പ്രക്രിയകളെ എന്ത് പറയുന്നു? രൂപീകരണ പ്രക്രിയ എന്ന് വിളിക്കുന്നു. ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയകളിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഈ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോവുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ എന്ത് പറയുന്നു? നിക്ഷേപണം എന്ന് പറയുന്നു അല്ലെ. അതായത് അതിപ്പോ ഫിസിക്കലി ആണെങ്കിലും അല്ലെ, കെമിക്കലി ആണെങ്കിലും, ഭൗതികപരമായിട്ടാണെങ്കിലും, രാസികമായിട്ടാണെങ്കിലും, ജൈവികമായിട്ടുള്ള പ്രക്രിയകളിലൂടെ ഒക്കെ എന്ത് ചെയ്യാണ്? ഈ ശിലകളൊക്കെ പൊടിഞ്ഞുണ്ടാകുന്ന ഈ ശിലാവസ്തുക്കളെ എന്ത് ചെയ്യും? ബാഹ്യശക്തികൾ എന്ത് ചെയ്യാണ്? ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് അങ്ങനെ നീക്കിക്കൊണ്ടുപോയി. നമ്മൾ ഉദാഹരണം ഇവിടെ പറഞ്ഞു അല്ലെ, അതങ്ങനെ നീക്കിക്കൊണ്ടുപോയിട്ട് ഒരു താഴ്ന്ന പ്രദേശങ്ങളിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും. ഒരു ഉയർന്ന പ്രദേശത്തുള്ള ഇളകിയ ശിലാപദാർത്ഥങ്ങളെ മഴവെള്ളം മറ്റൊരു പ്രദേശത്തേക്ക് നീക്കി കൊണ്ടുപോയി നിക്ഷേപിക്കും അല്ലെ. അങ്ങനെയല്ലേ ചെയ്യാം? താഴ്ന്ന പ്രദേശത്ത് നിന്ന് ഉയരത്തിലേക്ക് പോകില്ല, ഉയരത്തിൽ നിന്ന് താഴേക്കാണ് വരുന്നത്. അപ്പോ ഉയർന്ന പ്രദേശത്തുള്ള ശിലാപദാർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? ഈ മഴവെള്ളമാണ് താഴ്ന്ന പ്രദേശങ്ങളിലെ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നത്? നിക്ഷേപിക്കുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ ചെറുചാലുകളായി ഒഴുകിച്ചേർന്ന് അരുവികളായും പല അരുവികൾ ചേർന്ന് നദിയായും വികാസം പ്രാപിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ നദിയായിട്ട് പൊട്ടിപ്പുറപ്പെടാണോ? അല്ല അല്ലെ. ചെറിയ ചെറിയ നീർച്ചാലുകൾ ഉണ്ടാവും. ആ നീർച്ചാലുകളെല്ലാം ഒഴുകി ചേർന്നിട്ട് എന്താകണ്? അരുവികളാകണം അല്ലെ. അങ്ങനെ ചെറിയ ചെറിയ അരുവികളാകും. അങ്ങനെ ആ ചെറിയ ചെറിയ അരുവികൾ ചേർന്നിട്ട് വലുതായിട്ട് എന്തായി മാറുകയാണ്? നദികളായിട്ട് രൂപം കൊള്ളുകയാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായ എക്കൽ സമതലങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. കണ്ടോ? ഉത്ഭവസ്ഥാനം അല്ലെ, ഏറ്റവും ഉയർന്ന ഭാഗങ്ങൾ, അങ്ങനെ മധ്യഘട്ടം എത്തുന്നു, അതിന്റെ ഏറ്റവും താഴെ കീഴ്ഘട്ടം എന്ന് പറയുന്നില്ലേ. അപ്പോ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ശിലാഘടകങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? താഴേക്ക് വന്ന് വഹിച്ച് താഴ്വാരങ്ങളിൽ അല്ലെ, ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിൽ എന്ത് ചെയ്യാണ്? നിക്ഷേപങ്ങൾ നടത്തിയിട്ട് അതിവിശാലമായിട്ടുള്ള എക്കൽ സമതലങ്ങൾ രൂപം കൊള്ളുന്നത്. ഇനി അതേ നോക്കിക്കേ, 3 ഘട്ടങ്ങൾ കണ്ടോ? ഉപരിഘട്ടം അല്ലെ, മേൽഭാഗമാണ്. ഇനി അതിന് സെൻട്രലായിട്ട് മധ്യഘട്ടം, പിന്നെ കീഴ്ഘട്ടം. നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനമെന്നും അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടത്തെ നദീമുഖമെന്നും വിളിക്കുന്നു. ശ്രദ്ധിക്കണം. നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെ എന്ത് പറയും? പ്രഭവസ്ഥാനം എന്ന് പറയും. ഇനി പതിക്കുന്ന ഭാഗത്തെ നദീമുഖം എന്നും വിളിക്കുന്നു. ഇത്തരത്തിൽ ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ, ഹിമാലയത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഏതാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്ന് ഏതൊക്കെയാണ്? കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇതൊക്കെ എന്താണ്? ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികള്. ഈ രണ്ടും ഹിമാലയത്തിൽ നിന്നായിക്കോട്ടെ ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ ഉത്ഭവിക്കുന്ന നദികൾ വഹിച്ചു കൊണ്ടുവന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് ഫലഭൂയിഷ്ടമായിട്ടുള്ള സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം അല്ലെങ്കിൽ ഉത്തരമഹാസമതലം രൂപപ്പെട്ടത്. അപ്പോ ഉത്തരമഹാസമതലം രൂപപ്പെട്ടത് എങ്ങനെയാണ്? ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന നദികൾ അവസാദങ്ങൾ കൊണ്ട് നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഉത്തരമഹാസമതലം അല്ലെങ്കിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്. ഹിമാലയ രൂപീകരണ ഫലമായി ഹിമാലയത്തിന്റെ തെക്കായിട്ട് രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് അവ നിക്ഷേപിക്കപ്പെടുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി ഈ സമതലം രൂപം കൊണ്ടത്. ഇവിടുത്തെ എക്കൽ നിക്ഷേപത്തിന്റെ കനം എത്രയാണ്? 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയാണ്. എക്കൽ നിക്ഷേപത്തിന്റെ കനം എന്ന് പറയുന്നത് എത്രയാണ്? 1000 to 2000 മീറ്റർ കേട്ടോ. ഉത്തരമഹാസമതലത്തിലെ എക്കൽ നിക്ഷേപത്തിന്റെ കനം എത്ര എന്ന് ചോദിച്ചാൽ, കനം മുകളിൽ നിന്നും എല്ലാം താഴെ വന്ന് സ്വരൂപിച്ച് എക്കൽ മണ്ണുകൾ നിക്ഷേപിച്ചിട്ടാണ് അല്ലെ എന്ത് ചെയ്യുന്നത്? ഉത്തരമഹാസമതലം രൂപം കൊള്ളുന്നത്. അങ്ങനെ ആ എക്കൽ നിക്ഷേപത്തിന്റെ കനം എന്ന് പറയുന്നത് എത്രയാണ്? 1000 മുതൽ 2000 ട്ടോ. 1000 to 2000 മീറ്റർ വരെയാണ്. ഇനി ശ്രദ്ധിച്ചോളൂ ട്ടാ. ആശയ വ്യക്തതയ്ക്ക് മാത്രമായിട്ടുള്ള ചിത്രീകരണം, തോതൊന്നും അടിസ്ഥാനമാക്കിയിട്ടില്ല.
എങ്ങനെയാണ് കണ്ടോ, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം, ഹിമാദ്രി ഹിമാചല് സിവാലിക്കിലെ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ നിന്നും വന്നിട്ട് അതങ്ങനെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമായിട്ട് മാറുന്നത് ഒരു പിക്ചർ വെച്ച് ചെയ്തിട്ടുണ്ട്. ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം. സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ എത്രയാണ്? 3200 കിലോമീറ്റർ നീളത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഉത്തര മഹാസമതലം വ്യാപിച്ചു കിടക്കുന്നത് കേട്ടോ. ഉത്തര മഹാസമതലത്തിന്റെ വിസ്തൃതി ചോദിച്ചാൽ 3200. ഇന്നലെ ഉത്തരപർവ്വത മേഖലയുടെ വിസ്തൃതി എത്ര നമ്മൾ പറഞ്ഞത്? 2400 അല്ലേ? ഇതിലെത്ര പറഞ്ഞു? 3200 പറഞ്ഞു. ഇനി ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ സമതലമാണ് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ സമതലമാണ് ഏത്? ഉത്തര മഹാസമതലം. ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം ഇന്ത്യയിൽ വ്യാപിച്ചിരിക്കുന്നു കേട്ടോ. ലോകത്തിൽ തന്നെ ഏറ്റവും വലുതാണ്. ഇനി എത്രയാണ്? സിന്ധു മുതൽ ഗംഗാ നദിയും വരെ 3200 കിലോമീറ്റർ മൊത്തമായിട്ട് കണക്കാക്കുമ്പോൾ 3200. എന്നാൽ ഇന്ത്യയിൽ എത്രയാണ് വ്യാപിച്ചിരിക്കുന്നത്? 2400 കേട്ടോ. ഇന്ത്യയിലാണ് എന്ത് ചെയ്യുന്നത്? 2400 കേട്ടോ. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വിശാലമാകുന്ന ഈ സമതലത്തിന്റെ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട്, അതായത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് പോകുന്തോറും എന്താണ്? പടിഞ്ഞാറ് എന്താണ്? വീതി കൂടുതലാണ് കേട്ടോ. പടിഞ്ഞാറ് വീതി കൂടുതൽ. പടിഞ്ഞാറ് വീതി കൂടുതൽ. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വിശാലമാകുന്ന ഈ സമതലത്തിന്റെ ശരാശരി വീതി എത്രയാണ്? 150 കിലോമീറ്റർ ആണ്. 150 കിലോമീറ്റർ മുതൽ എത്രയാണ്? 300 കിലോമീറ്റർ വരെയാണ്. വീതി എത്രയാണ്? 150 to 300. ഈ സമതലത്തിന്റെ അതിരുകൾ എങ്ങനെയാണ്? അതിര് വരുന്നത്? വടക്ക് സിവാലിക് പർവ്വതനിര. വടക്ക് എന്താണ്? സിവാലിക് പർവ്വതനിരകളും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അരികുകളുമാണ്. ഓരോ സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴും ഇങ്ങനെയുള്ള പോയിന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ അവിടെ കിടന്നിട്ട് കൺഫ്യൂഷൻ ആകും. ശ്രദ്ധിക്കണം. ഈ സമതലത്തിന്റെ അതിരെങ്ങനെയാണ്? വടക്ക് ഭാഗത്ത്, ഉത്തര മഹാസമതലത്തിന്റെ വടക്ക് ഭാഗത്ത് ഏതാണ്? സിവാലിക് പർവ്വതനിരകളാണ്. ഉത്തര മഹാസമതലത്തിന്റെ തെക്കു ഭാഗത്ത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അരികുകളാണ്. ഇവിടെ എന്തൊക്കെ പഠിച്ചു? സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ എത്രയുണ്ട്? 3200 കിലോമീറ്റർ. എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ സമതലമാണ്. 2400 കിലോമീറ്റർ നീളത്തിലാണ് ഇന്ത്യയിൽ വ്യാപിച്ചു കിടക്കുന്നത്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് അല്ലെ, കിഴക്ക് വീതി കുറവും പടിഞ്ഞാറ് എന്താണ്? വീതി കൂടുതലുമാണ്. പിന്നെ കിഴക്ക് അതായത് വീതി അല്ലെ. ഇനി ശരാശരി വീതി എത്രയാണ്? 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ്. ഇതിന്റെ ഉത്തര മഹാസമതലത്തിന്റെ അതിര് എങ്ങനെ വരും? വടക്ക് ഭാഗത്ത് ഏതാണ്? ഉത്തര മഹാസമതലത്തിന്റെ വടക്ക് സിവാലിക് പർവ്വതനിരയാണ്. തെക്കു ഭാഗത്ത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അരികുകളാണ്. ഇനി ഈ സമതലത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് സിന്ധു മുതൽ ഗംഗ അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് 3200 പറഞ്ഞത്. ഇനി ഈ സമതലത്തിന്റെ വിസ്തീർണം മൊത്തമായിട്ട് വിസ്തീർണം നോക്കുമ്പോൾ 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത, അനുകൂല കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി എന്നീ സവിശേഷതകളാൽ ഈ പ്രദേശം കൃഷിക്ക് ഏറെ അനുയോജ്യമായ മേഖലയായിട്ട് തീർന്നിരിക്കുന്നു. ഉത്തര മഹാസമതലം കൃഷിക്ക് പ്രയോജനമാകാൻ കാരണം എന്താണ്? നല്ല മണ്ണാണ് അല്ലെ, വളക്കൂറുള്ള മണ്ണാണ്. അതുപോലെ നല്ല ജലലഭ്യതയുണ്ട്, നല്ല കാലാവസ്ഥയാണ്, പിന്നെ പരന്നിട്ടാണ്. ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ സമതലമാണ് അല്ലെ. നമ്മൾ തന്നെ പറയുന്നുണ്ട് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് തന്നെ എന്താണ്? സമതലമാണ് ഭൂമി എന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രപരമായി ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായി ഇതിനെ പരിഗണിക്കാമെങ്കിലും നദീവ്യവസ്ഥ, നദികളുടെ ഒഴുക്കിന്റെ ദിശ, ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നിവയെ അടിസ്ഥാനമാക്കി അതിവിസ്തൃതമായ ഈ സമതലത്തെ 4 പ്രാദേശിക വിഭാഗങ്ങളായിട്ട് തിരിക്കാം. അപ്പോ ഉത്തര മഹാസമതലത്തെ എത്രയാണ്? 4 പ്രാദേശിക വിഭാഗങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? തരം തിരിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് 4 പ്രാദേശിക വിഭാഗങ്ങൾ എന്നുള്ളത് ഒപ്പം പഠിച്ചു പോണം. നോക്കിക്കേ, ഇതാണ് ഉത്തരേന്ത്യൻ മഹാസമതലത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ. ഒന്ന് നോക്കുക. ഇപ്പൊ നദീവ്യൂഹത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും സമതലത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ തിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. നോക്കൂ, ഈ ബ്ലൂവിൽ കാണുന്നതല്ലേ നദികൾ പറയുന്നതാണ്. ഇതൊക്കെ എന്താണ്? കോസി, കാളി, ഗാഗ്ര, ഗോമതി, ഗംഗ, സിന്ധു, ബത്വ, ഇതൊക്കെ കണ്ടൊക്കെ ഈ ബ്ലൂവിൽ ആക്കിയിരിക്കുന്നത് എന്താണ്? എല്ലാം നദികളാണ്. അതുപോലെ
ഒരു ലൈറ്റ് യെല്ലോ അല്ലെ, യെല്ലോ ഷെയ്ഡില് ബ്രഹ്മപുത്ര സമതലം. ബ്രഹ്മപുത്ര സമതലം പറയുമ്പോൾ ഏതാണ്? ഈ കളറിൽ വരുന്നത് എല്ലാം എന്താണ്? ബ്രഹ്മപുത്ര സമതലങ്ങളാണ് വരുന്നത്. അതേപോലെ നോക്കൂ, ഈ യെല്ലോ ഗംഗാ സമതലം. ഗംഗാ സമതലം കണ്ടോ? യമുന, ബധുവ, കാളി, ഗാഗ്ര, ഗോമതി, ഗംഗ അല്ലെ, ഗംഗയുടെ പോഷക നദികളാണ് ഏതിൽ വരുന്നത്? ഈ ഭാഗം മുഴുവൻ ഏതിലാ വരുന്നത് അല്ലെ? ഏതാണ്? ഗംഗ. ഇത് മുഴുവൻ എന്താണ്? ഗംഗയാണ്. ഇനി ഈ വയലറ്റ് നോക്കിക്കേ, പഞ്ചാബ് ഹരിയാന സമതലം കണ്ടോ? പഞ്ചാബ് ഹരിയാന സമതലം. അപ്പൊ അതിലൂടെ ഏത് നദി വരും? ചലം, രവി അല്ലെ, സിന്ധുവിന്റെ പോഷക നദികൾ വരും അല്ലെ. ചലം, ചിനാബ്. പഞ്ചാബിലാണ് ഏത് വരുന്നത്? സിന്ധുവിന്റെ പോഷക നദികളാണ് ഏതിൽ വരുന്നത്? പഞ്ചാബ് ഹരിയാന സമതലത്തിൽ വരുന്നത്. ഇനി രാജസ്ഥാൻ സമതലത്തിലാണ് കണ്ടത്. ഇതാണ് രാജസ്ഥാൻ സമതലം. രാജസ്ഥാൻ ഏതാണ്? ലൂണി അല്ലെ, ലൂണി വരുന്നുണ്ട്. പഠിച്ചല്ലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ബ്രഹ്മപുത്രിയുടെ നല്ല പറഞ്ഞ മനസ്സിലായല്ലോ. ബ്രഹ്മപുത്രിയുടെ കണ്ടില്ലേ? മാനസ്, ടീസ്റ്റ, ദിബാങ്, ലോഹിത് ഇതൊക്കെ എന്താണ്? ബ്രഹ്മപുത്രിയുടെ പോഷക നദികളാണ്. അപ്പൊ ഇത് മുഴുവൻ ഗംഗയുടെ പോഷക നദികളാണ്. ഇതേതാണ്? ബ്രഹ്മപുത്ര പോഷക നദികള്. ഇത് സിന്ധുവിന്റെ പോഷക നദികള്. ഇത് രാജസ്ഥാൻ സമതലത്തിലെ ലൂണി. ഇനി നമുക്ക് രാജസ്ഥാൻ സമതലം എന്താണെന്നുള്ളത് പഠിക്കാം. താർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റമാണ്. അപ്പൊ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് താർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം. പഠിച്ചോ? ഉത്തര മഹാസമുദ്രത്തിന്റെ ഏത് ഭാഗത്താണ്? നമുക്കറിയാം പടിഞ്ഞാറാണെന്ന് രാജസ്ഥാൻ എന്നുള്ളത് അറിയാം അല്ലെ. പടിഞ്ഞാറ് കേട്ടോ. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇത് താർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം. അപ്പൊ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. താർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും എവിടെയാണ്? രാജസ്ഥാനിലാണ് കേട്ടോ. താർ മരുഭൂമി മൊത്തമായിട്ട് കണക്കാക്കുമ്പോൾ അതിൽ മൂന്നിൽ രണ്ട് ഭാഗവും എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇനി ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. മൂന്നിൽ രണ്ട് ഭാഗം എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇനി ബാക്കിയുള്ള ഈ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ വരുന്നത് ഹരിയാനയിലും പഞ്ചാബിലും ഗുജറാത്തിലും വരുന്നത്. യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖല അല്ലെങ്കിൽ അർദ്ധ വരണ്ട സമതലം അഥവാ രാജസ്ഥാൻ ബാഗർ എന്നും താർ മരുഭൂമിയെ രണ്ട് പ്രധാന മേഖലകളാക്കി തരംതിരിക്കാം. അതായത് താർ മരുഭൂമിയെ രണ്ട് പ്രധാന മേഖലകളാക്കിയിട്ട് തിരിക്കുന്നുണ്ട്. എങ്ങനെയാണ്? മരുസ്ഥലി എന്നും പിന്നെ ബാഗർ എന്നും കേട്ടോ. മരുസ്ഥലി, ബാഗർ, അതായത് മൊത്തം മരുസ്ഥലി ബാഗർ എന്ന് പറയും. മരുസ്ഥലി എന്ന ഒരു ഭാഗവും ബാഗർ എന്ന ഒരു വിഭാഗവുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടാക്കിയിട്ട് തിരിക്കുന്നുണ്ട്. അരാവലി പർവ്വതനിരയുടെ പടിഞ്ഞാറായിട്ടാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. അരാവലി ആരവല്ലി എന്നായിരിക്കാം വിചാരിക്കുന്നു. അരാവലി പർവ്വതനിരയുടെ പടിഞ്ഞാറായിട്ടാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി ഈ സമതലത്തിലെ പ്രധാനപ്പെട്ട നദിയാണ് കേട്ടോ. നീരൊഴുക്ക് എന്താണ്? നല്ല കുറവാണ്. മരുഭൂമി പ്രദേശമാകുമ്പോൾ നീരൊഴുക്ക് ഉണ്ടാകുമോ? ഇല്ല. അപ്പൊ ലൂണി നദി രാജസ്ഥാൻ സമതലത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി. നീരൊഴുക്ക് വ്യൂഹം വളരെ കുറവാണ്. രാജസ്ഥാനിൽ നിരവധി ഉപ്പ് തടാകങ്ങളുണ്ട്. ഏതൊക്കെയാണ് രാജസ്ഥാനിലെ ഉപ്പ് തടാകങ്ങൾക്ക് ഉദാഹരണം? സാമ്പാർ അല്ലെ. സാമ്പാറിൽ ഉപ്പിടണ്ടേ? സാമ്പാറിൽ ഉപ്പിടണം അല്ലെ. അപ്പൊ സാമ്പാർ. പിന്നെ ദിദ്വാന, ഇതെനിക്ക് പുതിയ വാക്കാണ് കേട്ടോ, ഞാനത് കേട്ടിട്ടില്ല, ആദ്യമായിട്ട് പഠിക്കുന്ന. ദിദ്വാന, സർഗോൾ എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാനപ്പെട്ട ഉപ്പ് തടാകങ്ങളാണ്. സാമ്പാർ തടാകം നമുക്കറിയാം അതില് രാജസ്ഥാനിലാണ്, ഉപ്പ് തടാകമാണെന്നുള്ളറിയാം. പക്ഷെ ഈ രണ്ടെണ്ണം പുതിയതായിട്ട് കേൾക്കുന്നതാണ്. ഞാൻ പുതിയതായിട്ടാണ് കേൾക്കുന്നത്. ഈ ലെസൺ വായിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിവുണ്ടാകാം. ദിദ്വാന അല്ലെ, ശ്രദ്ധിക്കണം കേട്ടോ. ദിദ്വാന. പിന്നെ സർഗോൾ, ഉപ്പ് തടാകങ്ങളാണ് കേട്ടോ. ഉപ്പ് തടാകങ്ങളാണ്. രാജസ്ഥാനിലെ ഉപ്പ് തടാകങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ സാമ്പാർ, ദിദ്വാന, സർഗോൾ. സാമ്പാർ, ദിദ്വാന, സർഗോൾ. ഇനി രാജസ്ഥാൻ സമതലം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഞ്ചാബ് ഹരിയാന സമതലം. നമ്മൾ മാപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ബ്രഹ്മപുത്ര സമതലം എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്തത് പഞ്ചാബ് ഹരിയാന സമതലം. 4 ആക്കിയിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. അതില് പഞ്ചാബ് ഹരിയാന സമതലം നോക്കാം. പഞ്ചാബ് ഹരിയാന സമതലം പറയുമ്പോൾ ഏത് നദിയാണ് ഈ ഭാഗത്ത് വരിക? ഏത് നദിയാണ് വരിക? പറഞ്ഞേ, ഒന്നും നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. രാജസ്ഥാൻ സമതലത്തിന്റെ പ്രധാന സവിശേഷതകളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും സഞ്ചരിച്ചാൽ ഉത്തരേന്ത്യൻ സമതലം ക്രമേണ
ഫലഭൂയിഷ്ടമായ ഒരു സമതലമായി മാറുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മൾ പറഞ്ഞു താർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ എന്ന് പറഞ്ഞു. അവിടെ എന്താണ്, മണലാരണ്യമാണ് അല്ലെ, ഫലഭൂയിഷ്ടി കുറവാണ്. അപ്പൊ അവിടെ നമുക്ക് കൃഷി പറ്റുമോ? കൃഷി പറ്റില്ല. പക്ഷേ ആ പടിഞ്ഞാറിൽ നിന്നും വിട്ടിട്ട് എവിടേക്ക് പോകണം? കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും സഞ്ചരിച്ചാൽ, കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും സഞ്ചരിച്ചാൽ ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത് എന്താണ്? നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു സമതലമാണ്. രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്ക് കിഴക്കുമായിട്ടും വ്യാപിച്ചിരിക്കുന്ന സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. രാജസ്ഥാൻ സമതലം പറയുമ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. പഞ്ചാബ് ഹരിയാന സമതലം പറയുമ്പോൾ കിഴക്കും വടക്ക് കിഴക്കായിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണിത്. ഓക്കെ, രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്ക് കിഴക്കുമായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? പഞ്ചാബ് ഹരിയാന സമതലം. രാജസ്ഥാൻ സമതലത്തിന്റെ കേട്ടോ, രാജസ്ഥാൻ സമതലത്തിന്റെ വടക്കും കിഴക്കും വടക്ക് കിഴക്കുമായിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം. പക്ഷെ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ എവിടെയാണ്? പടിഞ്ഞാറ് ഭാഗത്താണ്. യമുന തീരം വരെ വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിന്റെ കിഴക്കൻ അതിര് യമുന നദിയാണ്. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കൻ അതിര് ഏതാണ്? യമുന നദിയാണ്. ഇന്ത്യയിൽ പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളായി വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിന്റെ, പഞ്ചാബ് ഹരിയാന സമതലം എന്നേ വരുന്നുള്ളൂ. അവിടെ നമുക്ക് പഞ്ചാബും എടുക്കാം ഹരിയാനയും ആ വാക്കിൽ നിന്ന് എടുക്കാം. പക്ഷെ അതിന്റെ കൂടെ ഏതും വരുന്നുണ്ട്? ഹിമാചൽ പ്രദേശും വരുന്നുണ്ട്. എന്നീ സംസ്ഥാനങ്ങളായിട്ട് വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിന്റെ വ്യാപ്തി 1.7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ വിസ്തൃതി എത്രയാണ്? 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പടിഞ്ഞാറോട്ട് നേരിയ ചരിവുള്ള ഈ സമതലത്തിന്റെ പ്രധാന ഭാഗമായ പഞ്ചാബ് സമതലവും മുഖ്യമായും സത്ലജ്, ചലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, പഞ്ചാബ് ഹരിയാന സമതലം രൂപപ്പെട്ടിരിക്കുന്നത് സിന്ധുവും സിന്ധുവിന്റെ പോഷക നദികളും കൊണ്ടുവരുന്ന അവസാദങ്ങൾ കൊണ്ടുവന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? രൂപപ്പെട്ടിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം രൂപപ്പെട്ടിരിക്കുന്നത്. കണ്ടോ, സിന്ധു നദി, സിന്ധുവിന്റെ പോഷക നദികൾ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് അല്ലെ. പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് ഇത് പറയുന്നത് കേട്ടോ. രവി എന്നൊക്കെ പറയുമ്പോ ചിനാബിന്റെ ഒക്കെ പഴയ പേരുകളാണ്. ബിയാസിനെ ബിസ്ത ദോബ്, ബാരി ദോബ്, രചന ദോബ്, ചാച്ച് ചലത്തിന്റെ ഒക്കെ പഴയ പേരാണ് ഇത്. ചാച്ച് ദോബ്. ചിനാബിന്റെയോ രചന ദോബ്. അതൊക്കെ എന്ത് ചെയ്യാ? രവിയുടെ ബാരി ദോബ്, ബിയാസിന്റെ ബിസ്ത ദോബ്, ഇതൊക്കെ എന്താണ്? പഴയകാല നാമങ്ങളാണ്. പഠിച്ചല്ലോ. അപ്പൊ പഞ്ചാബ് ഹരിയാന, ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചത് സമതലം ഏതാണ്? രാജസ്ഥാൻ സമതലമാണ് അല്ലെ. രാജസ്ഥാൻ സമതലം അവിടെ ഏത് നദിയാണ്? ലൂണി നദി വഹിച്ചു കൊണ്ടുവന്നിട്ടാണ് ഏത് ഉണ്ടാകുന്നത്? രാജസ്ഥാൻ സമതലം അല്ലെ. പക്ഷെ നമ്മൾ ഇവിടെ പറഞ്ഞത് ഏതാണ്? പഞ്ചാബ് അല്ലെ. പഞ്ചാബ് ഹരിയാന സമതലം. അപ്പൊ തന്നെ നമ്മൾ എവിടെ എടുക്കണം? ഈ സമതലം രൂപപ്പെട്ടിരിക്കുന്നത് സിന്ധുവും സിന്ധുവിന്റെ പോഷക നദികളും ചേർന്നിട്ട് കൊണ്ടുവന്ന അവസാദങ്ങൾ രൂപപ്പെട്ടിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം രൂപപ്പെട്ടിരിക്കുന്നത്. സിന്ധുവിന്റെ പോഷക നദികള് സത്ലജ്, ചലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികളാണ്. ഇനി നമുക്ക് ഗംഗാ സമതലം നോക്കാം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ദോബുകൾ, നമ്മൾ ഡോബ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. നോക്കിക്കേ, ബിസ്തർ, ജലന്ധർ, ദോബ്. അത് ഈ വാക്കിൽ നിന്ന് തന്നെ പാഠം പഠിക്കരുത് കേട്ടോ. നിങ്ങൾ ഈ വാക്കിൽ നിന്ന് തന്നെ എടുക്കണം. ബിസ്തർ, ജലന്ധർ, ദോബ്. ബിസ്ത് പറയുമ്പോ ബാ വന്നില്ലേ? ബിയാസും പിന്നെ സത്ലജ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഏത്? ബിസ്ത്, ജലന്ധർ, ദോബ്. ബാരി ദോബ്, ബാരി. ബിയാസ്, രവി, ബിയാസ്, രവി. ബിയാസ്, രവി എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. രചന, രചന. പിന്നെ ഏതാണ്? രവിയും പിന്നെ ചിനാബ് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ചാച്ച്, ചലം അല്ലെ. ചലം, ചിനാബ്. ജി പറയുമ്പോ ചലം എടുക്കുക, ചാ കണക്കുമ്പോ ചിനാബ്, ചലം എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. സിന്ധു, സാഗർ, ദോബ്. ചലം, ചിനാബ് നദികൾക്കും സിന്ധു നദിക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഈ വാക്കിൽ നിന്ന് തന്നെ ഏത് ഡോബ് ഏത് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ.
ഇനി നമുക്ക് ഗംഗാ സമതലത്തിലേക്ക് കടക്കാം. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായിട്ട് നമ്മൾ രാജസ്ഥാൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്ക് കിഴക്കുമായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് പഠിച്ചത്? പഞ്ചാബ് ഹരിയാന സമതലം പറഞ്ഞു. ഇനി പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഏത്? ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നത്. ഇനി കിഴക്ക് ബംഗ്ലാദേശ് മുതല് പടിഞ്ഞാറ് യമുനാ നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ യമുനാ നദി വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നുണ്ട്. 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള എത്രയാണ്? നമ്മൾ നേരത്തെ 1.72 പഞ്ചാബ് ഹരിയാന സമതലം പറഞ്ഞു അല്ലെ? ഇവിടെ എത്രയാണ്? അതിനേക്കാൾ വലുതാണ് അല്ലെ? 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു. അപ്പൊ ഗംഗാ സമതലം ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ടാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, പിന്നെ കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹി. പിന്നെ കുറച്ച് ഭാഗങ്ങൾ എവിടെയുണ്ട്? ജാർഖണ്ഡിലുണ്ട്, പശ്ചിമ ബംഗാളിലും ഉൾക്കൊള്ളുന്നു. ഗംഗാ നദിയും ഗംഗയുടെ പോഷണ നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് ഏത് സമതലം രൂപപ്പെടുന്നത്? ഗംഗാ സമതലം. രാജസ്ഥാൻ സമതലം നമ്മൾ ഏതാ പറഞ്ഞത്? ലൂണി. പഞ്ചാബ് ഹരിയാന സമതലം സിന്ധുവും പോഷക നദികളും. ഗംഗാ സമതലത്തില് ഗംഗയും അതിന്റെ പോഷക നദികളും. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 200 മീറ്റർ ഉയരമുള്ള ഗംഗാ സമതലത്തിന്റെ പൊതുവായ ചരിവ് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമാണ്. അപ്പൊ സമുദ്രനിരപ്പിൽ നിന്നുള്ള ശരാശരി ഉയരം ഗംഗാ സമതലത്തിന്റെ എത്രയാണ്? 200 മീറ്റർ ആണ്. എത്രയാണ്? 200 മീറ്റർ. ഗംഗാ സമതലത്തിന്റെ വിസ്തൃതി എത്രയാണ്? 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇതാണ് ഗംഗാ സമതലത്തിന്റെ ഉപവിഭാഗങ്ങള്. ഗംഗാ സമതലം തന്നെ കീഴ്വിഭാഗമുണ്ട്, മധ്യമുണ്ട്, ഉപരിയുണ്ട്. കീഴ്ഭാഗം ഈ കളറിലുള്ളത് നോക്കട്ടെ, അതാണ് കീഴ്ഗംഗാ സമതലമാണ് ഈ ഭാഗം കിടക്കുന്നത്. മധ്യഗംഗാ സമതലം നമ്മുടെ ഈ ബ്ലൂ കളറിൽ കാണുന്നത് എന്താണ്? മധ്യഗംഗാ സമതലമാണ്. ഉപരിഗംഗാ സമതലം അല്ലെ? മേൽഭാഗമാണ് അല്ലെ? അതാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഉപരിഗംഗാ സമതലം. വയലറ്റ് കളറിൽ കാണുന്നത് നോക്കിക്കേ. രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ബ്രഹ്മപുത്ര സമതലം. ഇനി അടുത്തത് നമുക്ക് ബ്രഹ്മപുത്ര സമതലം. അപ്പൊ എത്ര സമതലങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു? ഫസ്റ്റ് നമ്മൾ പഠിച്ച സമതലം ഏതാണ്? പഠിച്ചു. ഒന്നും കൂടി ഓർക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്. ഫസ്റ്റത്തെ രാജസ്ഥാൻ സമതലം പറഞ്ഞു. രണ്ടാമത് നമ്മൾ ഏത് പറഞ്ഞു? പഞ്ചാബ് ഹരിയാന സമതലം പറഞ്ഞു. മൂന്നാമത് നമ്മള് ഗംഗാ സമതലത്തെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോ പഠിക്കാൻ പോകുന്നത് ബ്രഹ്മപുത്ര സമതലം. ബ്രഹ്മപുത്ര സമതലം പറയുമ്പോൾ ആ സമതലം രൂപപ്പെട്ടിരിക്കുന്നത് എങ്ങനെയായിരിക്കും? ബ്രഹ്മപുത്രയും അതിന്റെ പോഷക നദികളും അല്ലേ? ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്കു ഭാഗമായ ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമതലം എന്നിങ്ങനെ ബ്രഹ്മപുത്ര നദി സ്ഥിതി ചെയ്യുന്നത് അസമിലാണ് അല്ലെ? അപ്പം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. അസമിന്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ ഈ സമതലം വ്യാപിച്ചു കിടക്കുന്നത് അസമിന്റെ കിഴക്കേ അറ്റം മുതല് ബംഗ്ലാദേശിന്റെ അതിർത്തി കടക്കുന്ന ദുബ്രിയുടെ പടിഞ്ഞാറ് വരെയാണ് ഇതെന്ത് ചെയ്യുന്നത്? വ്യാപിച്ചു കിടക്കുന്നത്. ഈ സമതലത്തിന് ഏകദേശം നോക്കിക്കേ 720 കിലോമീറ്റർ നീളവും 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതി. നീളം എത്രയാണ്? 720. നീളം 720, വീതി വന്നിട്ട് 60 to 70 കിലോമീറ്റർ. ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അസമിലാണ്. പൊതുവെ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായിട്ടാണ് ബ്രഹ്മപുത്ര സമതലത്തെ കണക്കാക്കുന്നതെങ്കിലും ഭൂമിശാസ്ത്രപരമായി ബ്രഹ്മപുത്ര സമതലം വേറിട്ട് നിൽക്കുന്നു. വടക്ക് കിഴക്കൻ ഹിമാലയവും കിഴക്ക് പത്തായി നാഗ കുന്നുകളും തെക്ക് ഗാരോ ജയന്തിയ കുന്നുകളും മിഖിർ കുന്നുകളും ചേർന്ന് ഈ സമതല ഭാഗത്തെ വേർതിരിച്ച് നിർത്തുന്നു. അപ്പൊ ഈ സമതലത്തെ ബ്രഹ്മപുത്ര സമതലത്തിൽ കാണപ്പെടുന്നതാണ് എന്തൊക്കെ? വടക്ക് കിഴക്കൻ ഹിമാലയം, പഡ്ഖായി നാഗ കുന്നുകള്, ഗാസിഗാരോ ജയന്തിയ കുന്നുകള്, മിക്കിർ കുന്നുകൾ ഒക്കെ ഏതിലാണ് കാണപ്പെടുന്നത്? ബ്രഹ്മപുത്ര സമതലത്തിലാണ് കാണപ്പെടുന്നത്. ഇനി ഈ ബ്രഹ്മപുത്ര സമതലത്തിന്റെ പടിഞ്ഞാറായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? കീഴ്ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മപുത്ര സമതലത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 56,275 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള
56,275. ഇവിടെ ലക്ഷം ഒന്നും ഇല്ല കേട്ടോ. അവിടെ ലക്ഷം പറയുമ്പോഴാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഷോർട്ട് ആക്കി തന്നിരിക്കുന്നത്. ഇവിടെ 56,275 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ബ്രഹ്മപുത്ര നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടതാണ്. ഏതൊക്കെയാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികള്? ടീസ്റ്റ, മാനസ്, ലോഹിത്, ദിബാങ്ക്. ഏതൊക്കെയാണ്? ടീസ്റ്റ, മാനസ്, ലോഹിത്, ദിബാങ്ക് എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ. കൂടാതെ സുബൻസിരി ഒക്കെ ഉണ്ട് കേട്ടോ. സുബൻസിരി ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഏത്? സുബൻസിരി എന്ന് പറയുന്നത്. പിന്നെ ഈ സമതലം എക്കൽ വിഷറികളാൽ സമ്പന്നമാണ്. ചോദ്യം നാളെ ഒരു വരികയാണെങ്കിൽ എക്കൽ വിഷറികളാൽ സമ്പന്നമായ ഉത്തര മഹാസമതലത്തിന്റെ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അതാണ് ബ്രഹ്മപുത്ര സമതലമാണ്. എന്താണ് ഈ എക്കൽ വിഷറി എന്ന് പറയുന്നത്? അപ്പോ ഈ നദികളുണ്ടല്ലോ, ബ്രഹ്മപുത്രയും അതിന്റെ പോഷക നദികളൊക്കെ ഉണ്ടല്ലോ, അത് വന്നിട്ട് സമതലത്തിൽ പ്രവേശിക്കാൻ അല്ലെ, സമതലത്തിൽ പ്രവേശിച്ച് എക്കൽ മണ്ണ് കൊണ്ടുവന്ന് നിക്ഷേപിച്ച് ഒരു സമതലമാകുമ്പോഴാണല്ലോ സമതലങ്ങൾ രൂപം കൊള്ളുന്നത്. അങ്ങനെ ഈ നദികൾ സമതലത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? ആ നദികളുടെ ഒഴുക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് കുറയും. മേലെ നിന്നും ഒരു വെള്ളം ഒഴുക്കി വിടാണ് വെക്കുക. അപ്പൊ നല്ല ഒഴുക്കിലല്ലേ വരിക? അത് നേരത്തെ എത്തുന്ന സമയത്ത് നല്ല രീതിയിൽ ഒഴുകാറുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അതങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും ആയതിനാൽ അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ പറയുന്ന എക്കല് ഒരു വിഷറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് എന്ത് പറയുന്നത്? എക്കൽ വിഷറികൾ എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മപുത്ര സമതലത്തിന്റെ വിസ്തൃതി എവിടത്തെയാണ്? 56,275 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി എന്ന് പറയുന്നത്. ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ടീസ്റ്റ, മനാസ്, ലോഹിത്, ദിബാങ്ക് എന്നിവ. പിന്നെ ബ്രഹ്മപുത്രയുടെ സമതലത്തിന്റെ മറ്റൊരു പേരുകളാണ് അസമിലായിട്ടാണ് ഇത് കൂടുതലായിട്ട് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. അസം സമതലം എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അറിയപ്പെടുന്നുണ്ട്. എക്കൽ വിഷറികളാൽ സമ്പന്നമാണ് ഏത്? ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളൊക്കെ നോക്കാം. നോക്കൂ, ഇവിടെ സമതല പ്രദേശങ്ങളിലൂടെ തുടർന്നൊഴുകുന്ന നദികൾ പല ചാലുകളായിട്ട് പിരിയുന്നു. ഒഴുക്ക് തീരെ കുറയുമ്പോൾ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുകയും പിന്നീട് ഓക്സ്ബോ തടാകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഉയർന്നങ്ങളിൽ നിന്ന് വന്നിട്ട് സമതലങ്ങളിൽ എത്തുന്ന സമയത്ത് നദികളുടെ ഒഴുക്ക് കുറയാണ് അല്ലേ. ഇപ്പൊ നല്ല സ്പീഡിൽ ഇങ്ങനെ ഒരു നദി ഒഴുകി വരുന്നത്, പതുക്കെ ഒരു നദി ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് ഇത് ഒരേ സ്പീഡ് പോകുമ്പോൾ ഒരേ സ്ട്രൈറ്റ് ആയിട്ട് പോകും. പക്ഷെ സ്പീഡ് കുറയുമ്പോൾ എന്താ ചെയ്യാ? പതുക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞിട്ട് ഒഴുകാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഓക്സ്ബോ തടാകം ഈ വളഞ്ഞു പൊളിഞ്ഞ് ഒഴുകുന്നത് മൂലം തടാകങ്ങൾ എങ്ങനെ സൃഷ്ടിക്കും? ഓക്സ്ബോ തടാകങ്ങളായിട്ട് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി എങ്ങനെയാണ് ഓക്സ്ബോ തടാകങ്ങളുടെ രൂപീകരണം? കണ്ടോ, വളഞ്ഞു പുളഞ്ഞു ഒഴുകണം കണ്ടോ, നിക്ഷേപണം, അപരദനം കണ്ടോ, വളഞ്ഞു പൊളഞ്ഞു ഒഴുകുകയാണ് അല്ലെ. അതിനെയാണ് എന്ത് പറയുന്നത്? ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. പല രീതിയിൽ കണ്ടോ വളഞ്ഞു പൊളഞ്ഞു ഒഴുകുന്നത്. ഓക്സ്ബോ തടാകങ്ങളുടെ ഒരു ഈ പിക്ചറൊക്കെ എന്ത് ചെയ്യുക? മനസ്സിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യും? എക്സാം ഹാളിലൊക്കെ നല്ല രീതിയിൽ ഈ പിക്ചറുകൾ ഓർമ്മ വരും. ഇനി എന്താണ് മെയാൻഡർ, എന്താണ് ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത് നോക്കാം. നദി താരതമ്യേന ചരിവ് കുറഞ്ഞതോ നേരിയ ചരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അപ്പോ ഈ നദി ഒഴുകുന്നത് ഒന്നുമില്ലെങ്കിൽ ചരിവ് കുറഞ്ഞ പ്രദേശത്തോട് കൂടിയിട്ടോ, അല്ലെങ്കിൽ ചെറിയൊരു ചരിവ് മതി, ചരിവ് ഒന്നുമില്ലാത്തതോ അല്ലെങ്കിൽ നേരിയ ചരിവുള്ളതായ പ്രദേശത്തു കൂടിയിട്ടാണ് ഒരു നദി ഒഴുകുന്നത് എങ്കിൽ അവസാദ നിക്ഷേപങ്ങൾ എന്ത് ചെയ്യും? നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. അങ്ങനെ അതിന്റെ ഫലമായിട്ട് നദി വളഞ്ഞു പുളഞ്ഞു ഒഴുകിയിട്ട് വലയങ്ങൾ പറഞ്ഞാൽ മെയാൻഡറുകൾ സൃഷ്ടിക്കുന്നു. തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ കൂടുതൽ എന്ത് ചെയ്യാണ്? വളയാണ്. പിന്നീട് ഒഴുക്ക് കൂടുന്ന സമയത്ത് നദി എന്ത് ചെയ്യും? നേരെ വളഞ്ഞു പുളഞ്ഞു ഒഴുകാതെ നേർഗതിയിൽ എന്ത് ചെയ്യും? ഒഴുകുകയും നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തിൽ നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട തടാകമായിട്ട് മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഇത്തരം തടാകങ്ങളെയാണ് എന്ത് പറയുന്നത്? ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഓക്സ്ബോ തടാകങ്ങൾ എന്താന്നുള്ളത് മനസ്സിലായല്ലോ. അതായത് നദികളുടെ ഒഴുക്ക് കുറയുന്ന സമയത്ത് നദികളുടെ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത് വളഞ്ഞു പുളഞ്ഞു ഒഴുകും. അതേപോലെ തന്നെ ഇപ്പൊ ഒരു നദി ഒഴുകുന്നത് ചരിവ് കുറഞ്ഞ ഭാഗത്തോ അല്ലെങ്കിൽ നേർത്ത ചരിഞ്ഞ ഭാഗത്തോ കൂടി നദി
നദി ഒഴുകുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? ആ ഒഴുക്കിലെ അവസാന നിക്ഷേപങ്ങൾ എന്ത് ചെയ്യാണ്? നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ തടസ്സങ്ങൾ മാറുന്ന സമയത്ത് ഈ നദികളുടെ ഒഴുക്ക് എന്ത് ചെയ്യും? നേർഗതിയിൽ വരികയും ചെയ്യുന്നു. പക്ഷെ ഒഴുക്ക് കൂടി നേർഗതിയിൽ വന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ആ പഴയ വളഞ്ഞു പുളഞ്ഞു ഒഴുകിയ ഭാഗം എന്ത് ചെയ്യണം? അത് അവിടെ തന്നെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം? അങ്ങനെ രൂപപ്പെടുന്ന തടാകങ്ങളെയാണ് എന്ത് പറയുന്നത്? ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമുദ്രത്തെ വടക്ക് നിന്ന് തെക്കോട്ട് 3 പ്രധാന മേഖലകളായിട്ട് തരംതിരിക്കാം. ബാബർ, ടെറായി, എക്കൽ സമതലം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഉത്തരമഹാസമുദ്രത്തിലെ പ്രാദേശിക വിഭാഗങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗ സമതലം, ബ്രഹ്മപുത്ര സമതലം. അത് 4 എന്താണ് പറഞ്ഞത്? പ്രാദേശിക വിഭാഗങ്ങളാണ്. ഇനി ഭൂപ്രകൃതിയുടെ സവിശേഷതയിലാണ് ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാബർ എന്നും ടെറായി എന്നും എക്കൽ സമതലങ്ങളിൽ നിന്ന് തരംതിരിക്കുന്നത്. സിവാലിക് പർവ്വത നിരക്ക് സമാന്തരമായി അതിന്റെ തെക്കുഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണ് ബാബർ. ഓരോ പോയിന്റ് നോട്ട് ചെയ്തോ കേട്ടോ. ഇത് 1 നോട്ട് ചെയ്തോ. സിവാലിക് പർവ്വത നിരക്ക് സമാന്തരമായി അതിന്റെ തെക്കുഭാഗത്ത് കാണുന്ന ഭാഗമാണ് ഇത് ബാബർ. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ഏകദേശം 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണിത്. അപ്പൊ ബാബർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇടുങ്ങിയ ഭൂവിഭാഗമാണ്. ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ബാബറിന്റെ വിസ്തൃതി എത്രയാണ്? 8 മുതൽ 10 കേട്ടോ. 8 to 10 കിലോമീറ്റർ ആണ്. അതുപോലെ ഇതെന്താണ്? ഒരു ഇടുങ്ങിയ ഭൂവിഭാഗമാണ്. പർവ്വത ഭാഗത്തു നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകള്, പാറകള് ഇതൊക്കെ നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് ഈ സമതലം രൂപം കൊണ്ടത് കേട്ടോ. ഇവിടെ എന്താണ്? മൊത്തം പാറകളും ഉരുളൻ കല്ലുകളും ഒക്കെയാണ് ഏതിൽ പറയുന്നത്? ഈ ബാബറില് പറയുന്നത്. അതുപോലെ തന്നെ ഈ സമതല ഭാഗം ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നദികൾ ഈ ഭാഗങ്ങളിൽ ദൃശ്യമാകുന്നില്ല. നദി അടി കൂടെ ഒഴുകും, നദിയുടെ മേലെ പാറകളും ഉരുളൻ കല്ലുകളും കിടക്കാണ്. അപ്പൊ നദികൾ കാണാൻ കഴിയോ? കാണാൻ കഴിയില്ല. പക്ഷെ നദികൾ എന്താണ്? അടിയിലൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നദികൾ ഒഴുകുന്നതിനാൽ നദികളൊന്നും ആ ഭാഗത്ത് നിന്നും എന്ത് ചെയ്യില്ല? ദൃശ്യമാകില്ല. പഠിച്ചല്ലോ. ബാബർ എന്താന്നുള്ളത് പഠിച്ചോ? ബാബർ എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? ബാബർ നമ്മുടെ പഴയ മുഗൾ രാജവംശത്തിലെ ബാബർ അല്ല കേട്ടോ. ഭൂപ്രകൃതി വിഭാഗത്തിന് ഉത്തരേന്ത്യൻ സമുദ്രത്തിലെ ഒരു ഭാഗമാണ് ബാബർ എന്ന് പറയുന്നത്. സിവാലിക് പർവ്വതനിരക്ക് തെക്കു ഭാഗത്തായിട്ടാണ് കേട്ടോ. സിവാലിക് പർവ്വതനിരക്ക് തെക്കു ഭാഗത്ത് ബാബർ കാണപ്പെടുന്നു. ബാബറിന്റെ വിസ്തൃതി 8 to 10 കിലോമീറ്റർ ആണ്. ഇടുങ്ങിയ ഭൂവിഭാഗമാണ്. ഉരുളൻ പാറകളും കല്ലുകളും ഒക്കെ നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് ബാബർ രൂപം കൊണ്ടിരിക്കുന്നത്. ഇവിടെ നദികള് ദൃശ്യമല്ല. ഇത്രയും കാര്യങ്ങൾ ബാബർ. ഇനി പ്രളയ സമയത്ത് നദികൾ കര കവിഞ്ഞ് ഒഴുകുമ്പോൾ അവ ഒഴുക്കി കൊണ്ടുവരുന്ന എക്കൽ ഇരു കരകളിലും നിക്ഷേപിക്കപ്പെട്ട് സമതലങ്ങൾ രൂപം കൊള്ളുന്നു. ഇങ്ങനെ പ്രളയ സമയത്ത് എക്കൽ നിക്ഷേപിച്ച് സാധാരണ ഒരു നോർമലായിട്ട് ഒരു വെള്ളം ഒഴുകുന്ന സമയത്തുള്ള എക്കൽ നിക്ഷേപമായിരിക്കുമോ? ഒരു നല്ല രീതിയിൽ പ്രളയം വരുന്ന സമയത്തുള്ള എക്കൽ നിക്ഷേപം രണ്ടും വ്യത്യസ്തമാണ് അല്ലെ. പ്രളയം വരുന്ന സമയത്ത് എക്കൽ നിക്ഷേപത്തിന്റെ കനം എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൂടും. കാരണം എന്താണ്? അത്രയും അവസാദങ്ങളെ എല്ലാം വഹിച്ചുകൊണ്ട് അത്രയും സ്പീഡിൽ അല്ലെ. ചിലപ്പോൾ വിട്ടുവരാത്ത അവസാദങ്ങളെ പോലും എന്ത് ചെയ്യും? വിടർത്തിക്കൊണ്ടായിരിക്കും എന്ത് വരിക? ഈ പുതിയ പ്രളയം ഉള്ള സമയങ്ങളിൽ എക്കൽ നിക്ഷേപം ഉണ്ടാകുക. അങ്ങനെ എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലങ്ങളായതിനാൽ ഇവയെ പ്രളയ സമതലങ്ങൾ എന്ന് വിളിക്കുന്നു. കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഇത്തരം പ്രളയ സമതലങ്ങളിലാണ് ലോക പ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കുക, നദീജന്യ ദ്വീപുകൾ. ഇത് വായിച്ചുതരാം. നദീജന്യ ദ്വീപുകള്, നീർച്ചാല്, തിട്ടകള്, മണൽ വരമ്പുകള്. സമതലങ്ങളിൽ നദിയുടെ ഒഴുക്കും ആഴവും താരതമ്യേന വളരെ കുറവാണ്. സമതല പ്രദേശത്ത് ഇപ്പോ ഹൈടെക് ആകുന്ന സമയത്ത് അതിന്റെ ഒഴുക്ക് സ്പീഡ് കൂടുതലായിരിക്കും അല്ലെ. പക്ഷെ നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ നദിയുടെ ഒഴുക്കും ആഴവും ഒക്കെ എന്താണ്? താരതമ്യേന വളരെ കുറവാണ്. ആയതിനാൽ അവ ഒഴുക്കി കൊണ്ടുവരുന്ന അവസാദങ്ങൾ നദീചാലുകളിൽ ദ്വീപുകളായിട്ടും, അതായത് നദീജന്യ ദ്വീപുകൾ വശങ്ങളിൽ തിട്ടകളായിട്ടും തിട്ടകള് നിക്ഷേപിക്കപ്പെടുന്നു. പൊടിമണൽ, മണല്, ചരല് എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് ഇത് മണൽ വരമ്പുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ ബാബർ പറഞ്ഞില്ലേ, നോക്കാം. ബാബർ മേഖലയ്ക്ക് സമാന്തരമായി ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലകളാണ് ടെറായി എന്ന് പറയുന്നത് കേട്ടോ. 10 to
നമ്മള് 8 to 10 കിലോമീറ്റർ ആണ് വിസ്തൃതി ഏത് പറഞ്ഞത്, ബാബറിന് പറഞ്ഞത് അല്ലെ. ഇനി ഈ ബാബർ മേഖലയ്ക്ക് സമാന്തരമായിട്ട് 10 മുതൽ 20 കിലോമീറ്റർ വരെ വിസ്തൃതിയില് വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ്. ഇത് നോക്കിയേ, ഈ പിക്ചർ ഒന്ന് നോക്കൂ. ബാബർ മേഖല കണ്ട ഉരുളൻ കല്ലുകളും പാറകളും നിറഞ്ഞതാണ്. ഇവിടെ കൃഷിക്ക് പറ്റുമോ? ഇവിടെ കൃഷി പറ്റുമോ? ഇല്ല. ഇവിടെ നോക്കിക്കേ, ടെറായി മേഖല നല്ലല്ലേ, സമതല പ്രദേശമാണ്. ഇവിടെ എന്താ നോക്കിക്കേ, ബാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികള് ഇവിടെ പുനർജനിക്കുന്നു കേട്ടോ. ബാബറിൽ ഇവിടെ ഇതിന്റെ ഈ പാറയുടെ അടികളിലാണ് എന്ത് ചെയ്യുന്നത്, നദികൾ ഒഴുകുന്നത്. ഈ നദികൾ അപ്രത്യക്ഷമാകുന്നത് എവിടെയായിരിക്കും, ഈ ടെറായി മേഖലയിലായിരിക്കും. ടെറായി മേഖലയിൽ സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം ജീവിവർഗങ്ങളും ഉണ്ട്. അപ്പോ ടെറായി മേഖലയുടെ വിസ്തൃതി എത്രയാണ്, 10 to 20 കിലോമീറ്റർ വീതി കേട്ടോ. 10 to 20 കിലോമീറ്റർ വീതിയിലായിട്ടാണ് ബാബർ മേഖലയ്ക്ക് സമാന്തരമായിട്ടാണ് വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടെറായി കാണപ്പെടുന്നത്. ടെറായി മേഖലയ്ക്ക് തെക്കായിട്ട് പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലം. നമ്മൾ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് 3 ആക്കിയിട്ടല്ലേ ഉത്തരമഹാസമതലത്തെ തരംതിരിച്ചത്. ഒന്ന് നമ്മൾ പറഞ്ഞത് ഏതാണ്, ബാബർ പറഞ്ഞു. ബാബർ എന്താന്നുള്ളത് വ്യക്തമായി പഠിച്ചു. നമ്മൾ ടെറായി എന്താണെന്നുള്ളത് പഠിച്ചു. ഇനി മൂന്നാമത്തതാണ് ഏത് പറയുന്നത്, എക്കൽ സമതലം പഠിച്ചു. ഈ എക്കൽ സമതലം എന്താണ്, എക്കൽ സമതലം നോക്കിക്കേ, ടെറായി മേഖലയ്ക്ക് തെക്കായിട്ട് പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലം. പഴയ എക്കൽ നിക്ഷേപങ്ങളെ എന്തു പറയുന്നു, ബങ്കറിൽ. ഇതെല്ലാം പ്രീവിയസ് ആണ്. പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബങ്കർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഗാദർ എന്നും പറയുന്നു. പ്രീവിയസ് ആണ്. പഴയ എക്കൽ നിക്ഷേപം ബങ്കർ, പുതിയത് ഖാദർ. നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകള്, മണൽ വരമ്പുകള്, ഡെൽറ്റകൾ എന്നിവ ഈ മേഖലകളുടെ സവിശേഷതകളാണ്. ഏത് മേഖലയുടെ, എക്കൽ നിക്ഷേപണത്തോ എക്കൽ സമതലത്തിന്റെ സവിശേഷതകളാണ് ഇത്. നല്ല രീതിയിലുള്ള നദീജന്യ ദ്വീപുകള്, നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകള്, മണൽ വരമ്പുകള്, ഡെൽറ്റകള്, ഇതൊക്കെ എവിടെയാണ്, എക്കൽ സമതലത്തിന്റെ പ്രത്യേകതകളാണ്. പിണഞ്ഞൊഴുകുന്ന അരുവികള്, വലയങ്ങള്, വലയം പറയുമ്പോൾ മിയാൻഡർ, ഓക്സ്ബോ തടാകങ്ങൾ എന്നിവയും ഇവിടുത്തെ സവിശേഷതകളാണ്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വശക്കാഴ്ച സൂചിപ്പിക്കുന്ന ഡയഗ്രാം കണ്ടോ, ഹിമാലയം. ബാബർ കണ്ടോ, പ്രകൃതി രമണീയമാണോ? അല്ല. ടെറായി നോക്കിക്കേ, നല്ല പച്ചപ്പ് നിറഞ്ഞിട്ട് നിൽക്കുന്നത് കണ്ടോ. ഇനി ബങ്കറും ഖാദറും ബങ്കറും. ബങ്കർ എന്താണ്, പഴയ എക്കൽ നിക്ഷേപം. ഖാദറോ പുതിയതാണ്. ഇനി എന്താണ് ഡെൽറ്റ നോക്കാം. സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖങ്ങളോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിന്റെ അളവ് കൂടുതലായതിനാലും നദീജലം കൂടുതലായതിനാലും മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവഴികളായി പിരിഞ്ഞ് നദികൾ ഒഴുക്കി കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കൂടെ നിക്ഷേപിക്കപ്പെട്ട് ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള ഭൂരൂപങ്ങൾ രൂപംകൊള്ളുന്നു. ഇവയാണ് ഡെൽറ്റ. അപ്പൊ ഡെൽറ്റയുടെ ആകൃതി എന്താണ്, ത്രികോണാകൃതിയാണ്. ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ കേട്ടോ, ഡെൽറ്റ എന്ന അക്ഷരത്തിന്റെ ആകൃതിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് വന്നത്. ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്നലെ ഉത്തരപർവ്വത മേഖലയിലെ കാലാവസ്ഥ എങ്ങനെയാണ്, മണ്ണ് എങ്ങനെയാണ്, നൈസർഗിക സസ്യജാലങ്ങളൊക്കെ പഠിച്ചു അല്ലെ. ഇനി നമ്മൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥയെ കുറിച്ച് നോക്കാം. ഉത്തരേന്ത്യയിൽ സാധാരണയായിട്ട് നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം എത്തുന്നത്. ശൈത്യം എപ്പോഴാണ്, നവംബർ മാസത്തിലാണ് കേട്ടോ. നവംബർ മധ്യത്തിലാണ് ഉത്തരേന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, ശൈത്യം വരുന്നത്. ഉത്തരേന്ത്യയിൽ സമതലങ്ങളിലെ തണുപ്പേറിയ മാസങ്ങൾ ഡിസംബറും ജനുവരിയുമാണ്. ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. ഇക്കാലയളവിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നു. ഇപ്പോ ഡിസംബർ ജനുവരി മാസത്തിലെ എന്താണ് അതിശൈത്യം അനുഭവപ്പെടാനുള്ള കാരണം? കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയായാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് എന്ത് ചെയ്യുന്നത്, ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു. ഇപ്പൊ ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ ഹിമാലയത്തിൽ നിന്ന് നല്ല രീതിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുന്ന സമയത്ത് നല്ല രീതിയിൽ ശീതക്കാറ്റ് വരും. അതുപോലെ പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം ഒക്കെ കാരണമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനം അതും എന്താണ്,
ശൈത്യകാലം നല്ല അതിശൈത്യം അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. ഉത്തരാർദ്ധ ഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനം ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് എത്തുന്ന സമയത്ത് എന്താണ് സമുദ്ര സാമീപ്യം കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ സമയത്തുള്ള സൂര്യന്റെ അയനവും എന്താണ് അതിശൈത്യത്തിന് കാരണമാകുന്നു. ഇനി ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? നേരിയ മഴ. അങ്ങനെ ശൈത്യകാലം നോക്കി. നമ്മൾ ഇനി ഉഷ്ണകാലം നോക്കുകയാണ്. മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലെ താപനില ഉയരാൻ തുടങ്ങും. ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ നമ്മുടെ കാലാവസ്ഥ നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എന്ത് ചെയ്താൽ മതി? നമ്മൾ അങ്ങനെ നോക്കിയാൽ മതി. നമുക്ക് എപ്പോഴാണ് ചൂടുകാലം, അതൊക്കെ അങ്ങനെ കണക്ട് ചെയ്ത് പോവുക. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ ഉഷ്ണകാലം അതികഠിനമാണ്. മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ താപനില എത്ര എത്തും? 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. മെയ്, ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമുദ്രത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട്. ലൂ എന്നറിയപ്പെടുന്ന ഈ കാറ്റുകൾ ഉത്തരേന്ത്യൻ സമുദ്രത്തിലെ താപനില ഗണ്യമായി കുറയുന്നു. അപ്പോ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശത്ത് നിന്ന് ഗംഗാ സമുദ്രത്തിലേക്കാണ് ഏത് കാറ്റ് വീശുന്നത്? ലൂ എന്ന വരണ്ട ഉഷ്ണക്കാറ്റ് കേട്ടോ. വരണ്ട ഉഷ്ണക്കാറ്റാണ് ഏത്? ലൂ എന്ന് പറയുന്നത്. എവിടെ നിന്നും എവിടേക്കാണ്? രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്ന് ഗംഗാ സമുദ്രത്തിലേക്ക് നല്ല ശക്തിയായിട്ടാണ് ഈ കാറ്റുകൾ വീശുന്നത്. ഇത് വീശുന്ന സമയത്ത് താപനില എന്ത് ചെയ്യും? ഗണ്യമായിട്ട് ഉയരും. പഞ്ചാബ്, ഹരിയാന, കിഴക്കൻ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണമാണ്. ഇത്തരം കാറ്റുകൾ ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമായതിനാൽ അതികഠിനമായ വേനൽച്ചൂടിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുന്നു. ഇനി നമുക്ക് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം പഠിക്കാം. മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലെ താപനില ഗണ്യമായി ഉയരും അല്ലെ. മാർച്ച് നമ്മൾ പറഞ്ഞു ഏപ്രിൽ, മെയ് അല്ലെ. മാർച്ച്, ഏപ്രിൽ, മെയ് പറഞ്ഞ നല്ല ചൂടാണെന്ന് പറഞ്ഞു. മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലെ താപനില ഗണ്യമായി ഉയരുന്ന സമയത്ത് തൽഫലമായിട്ട് ഇവിടെ രൂപം കൊള്ളുന്ന എന്താണ്? ന്യൂനമർദ്ദ മേഖലയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത്. ന്യൂനമർദ്ദം കേട്ടോ. ന്യൂനമർദ്ദമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത്. രണ്ട് ശാഖകളായിട്ടാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് രണ്ട് ശാഖകൾ എന്ന് പറയുന്നത്? നോക്കാം കേട്ടോ. നോക്കിക്കേ, ഇന്ത്യ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ഗതികളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പിക്ചർ വൈസ് ആയിട്ട് നോക്കുക. അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടൽ ശാഖയിലും ഒക്കെ. സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ അല്ലെ രണ്ട് ഉപശാഖകളായിട്ട് പിരിയുന്നു. ഒന്ന് കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു. പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖയാകട്ടെ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറുന്നു. ഇത് അരാവലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമുദ്രത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അടിവാര മേഖലയിൽ മഴ എത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ രണ്ട് ശാഖകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് ബംഗാൾ ഉൾക്കടൽ ശാഖ അല്ലെ. ബംഗാൾ ഉൾക്കടൽ ശാഖയും രണ്ട് അറബിക്കടൽ ശാഖയുമാണ്. അറബിക്കടൽ ശാഖയും ആണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ പ്രധാനപ്പെട്ട മഴക്കാലം. നമുക്കറിയാം അല്ലെ, പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ മഴയും ഏറ്റവും കൂടുതൽ ജലലഭ്യതയും ഒക്കെ എന്ത് തന്നെയാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഇനി നമുക്ക് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. സൂര്യന്റെ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല ക്രമേണ എവിടേക്ക് പോകണം? ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് അല്ലെ. തെക്കോട്ട് പിൻവാങ്ങുകയാണ്. മൺസൂണിന്റെ പിൻവാങ്ങൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. ഈർപ്പരഹിതമായ ഈ കാറ്റ് അതായത് ആ കാറ്റിന് എന്താണ്? ഈർപ്പം ഉണ്ടാകില്ല. വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും ആയതിനാലാണ് ഈ കാലത്തെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നത്. അപ്പൊ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എങ്ങനെയാണ്? സൂര്യന്റെ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പറയുമ്പോൾ അതായത് നോർത്ത് ഇന്ത്യയില് ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നു എന്ന് പറഞ്ഞു. ആ ന്യൂനമർദ്ദ മേഖല എന്ത് ചെയ്യാണ്? മെല്ലെ തെക്കോട്ട് അല്ലെ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് താഴുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പറയുന്നുണ്ട് വടക്കൻ കിഴക്കൻ മൺസൂൺ കാറ്റുകൾ കണ്ടോ? താഴേക്ക് കണ്ടോ? ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് ഇങ്ങനെ താഴേക്കാണ് വരുന്നത്. മേലിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ തെക്കോട്ട് എന്ത് ചെയ്യാണ്?
പിൻവാങ്ങുകയാണ്. അങ്ങനെ ഇത് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുകയാണ്. മൺസൂൺ എന്ത് ചെയ്യുന്ന കഴിയാണ് അല്ലെ. അങ്ങനെ പിന്നെ എന്ത് ചെയ്യാണ്, വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവില് ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസത്തെയാണ് ഒക്ടോബർ ചൂട് എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ നമ്മള് ന്യൂനമർദ്ദം പോയിട്ട് ഉച്ചമർദ്ദമായിട്ട് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് എത്തിപ്പെടുന്നു എന്ന് പറഞ്ഞു അല്ലെ. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് ആകാണ്. ആ സമയത്ത് ഉത്തരേന്ത്യൻ സമതലത്തിൽ പൊതുവെ എന്താ ചെയ്യുന്ന അനുഭവപ്പെടുന്നത്, വരണ്ട കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക കേട്ടോ. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ഈ കാലയളവിൽ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ഒക്ടോബർ ചൂട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ചിട്ട് നോക്കാം. നമുക്ക് ഈ 9th സെക്കൻഡ് പാർട്ടില് ഓരോ നമ്മൾ കഴിഞ്ഞ ഓൾഡ് NCERT-യിലൊന്നും ഇങ്ങനെ പറയുന്നില്ല. കാരണം ഓരോ ഭൂപ്രകൃതി വിഭാഗങ്ങളിലുള്ള കാലാവസ്ഥ എന്താണെന്ന് പറയുന്നത്. ഈ പുതിയ NCERT-യിൽ എന്ന് പറയുമ്പോൾ ഉത്തരപർവ്വത മേഖലയിൽ എന്തൊക്കെയാണ്, ഉത്തര സമതലത്തിൽ എങ്ങനെയാണ്, ഉപദ്വീപ പീഠഭൂമിയിൽ എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ നമുക്ക് PSCക്ക് വേണ്ടി തയ്യാറാക്കിയതുപോലെ തന്നെ ഉണ്ട്. എങ്ങനെ ഇല്ലേ, ചെറിയ പിള്ളേരൊക്കെ ഇങ്ങനെ പഠിച്ചെടുക്കാന്ന് പറയുന്ന സമയത്ത് നമുക്ക് തന്നെ തലയെങ്ങനെ പോകുകയാണ് ചെയ്യുന്നത് ഈ ഓരോ ജോഗ്രഫി വരുന്ന സമയത്ത്. ഓക്കെ, കുട്ടികളൊക്കെ നല്ല ബ്രില്യൻ്റ് ആണല്ലോ അല്ലെ. നമുക്ക് കടക്കാം. ഉത്തരേന്ത്യൻ സമതലത്തിലെ നൈസർഗിക സസ്യജാലങ്ങൾക്കും ഏറെ വൈവിധ്യമുണ്ട്. പൊതുവെ നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു ഉത്തരേന്ത്യ മഹാസമതലത്തിന് ഒരുപാട് ഭൂപ്രകൃതി വിശേഷണങ്ങൾ ഉണ്ട് അല്ലെ. അത് ഏത് രീതിയിലാണെങ്കിലും നല്ല രീതിയിൽ വിശാലമായിട്ടുള്ള നല്ലൊരു ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഓരോന്നും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നൈസർഗിക സസ്യജാലങ്ങൾക്ക് ഏറെ വൈവിധ്യമുണ്ട്. ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ സ്വഭാവം എന്നീ ഘടകങ്ങളാണ് നൈസർഗിക നല്ല രീതിയിൽ കണ്ടോ തഴച്ചു വളർന്നു നിൽക്കണം അല്ലെ. ഉഷ്ണമേഖല, ആർദ്ര ഇലപൊഴിയും കാടുകൾ കണ്ടോ, ഉഷ്ണമേഖല. അപ്പൊ ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിലെ നൈസർഗിക സസ്യജാലം പറയുന്നത് എങ്ങനെയാണ്, ഉഷ്ണമേഖല, ആർദ്ര ഇലപൊഴിയും കാടുകളാണ്. കണ്ടോ, എന്താണ് ഇങ്ങനെ വളരാനുള്ള കാരണം, നല്ല ഭൂപ്രകൃതിയാണ്, നല്ല കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ നൈസർഗിക സസ്യജാലങ്ങൾക്ക് ഏറെ വൈവിധ്യമുണ്ട്. ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ സ്വഭാവം അല്ലെ, ഇതൊക്കെ കൊണ്ടാണ് ഇവിടെ സസ്യജാലങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, തഴച്ച് വളരുന്നത്. മനുഷ്യന്റെ ഇടപെടലുകൾ ഇല്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നൈസർഗികം പറയുമ്പോൾ എന്നും അത് അവിടെ ഉണ്ടാകും, മനുഷ്യന്റെ കൈകടത്തിൽ ഉണ്ടാകില്ല. ഉത്തരേന്ത്യൻ സമതലത്തിൽ പൊതുവെ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകള്, ചതുപ്പ് നില വനങ്ങൾ. ശ്രദ്ധിക്കണം, ഉത്തരേന്ത്യൻ സമതലത്തിലെ നൈസർഗിക സസ്യജാലങ്ങളെ പെടുന്നവ ഏത്, പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ 3 നന്നായിട്ട് നോക്കി വെക്കുക. ഉത്തരേന്ത്യൻ സമതലത്തിലെ നൈസർഗിക സസ്യജാലങ്ങൾ, ഉത്തരേന്ത്യൻ സമതലത്തിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ. രണ്ടും ഇതുണ്ട്, ഉഷ്ണമേഖല എന്നുണ്ട് കേട്ടോ. ഇലപൊഴിയും വനങ്ങള്, മുൾക്കാടുകള്, ചതുപ്പ് നില വനങ്ങള്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ വീണ്ടും എന്താക്കി തരംതിരിക്കുകയാണ്, 2 തരം, 2 ടൈപ്പ് ആണ് കേട്ടോ. 2 തരമുണ്ട്, വരണ്ട ഇലപൊഴിയും കാടുകളും ആർദ്ര ഇലപൊഴിയും കാടുകളും കേട്ടോ. വരണ്ട ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ 2 എണ്ണമാണ്. ഒന്ന് വരണ്ട ഇലപൊഴിയും കാടുകളും, പിന്നൊന്നോ ആർദ്ര ഇലപൊഴിയും കാടുകളും. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ 2ആയി തരംതിരിക്കാം അല്ലെ. 2 നമ്മൾ പറഞ്ഞു. ഒന്ന് നോക്കിക്കേ, 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. ഇത് പഠിച്ചോളണം കേട്ടോ. ഇത് ഏതാണ്, ഇതാ കേട്ടോ. ഇത് വന്നിട്ട് ഓക്കെ പഠിക്കണം. വരണ്ട ഇലപൊഴിയും കാടുകൾ എന്താന്ന് നോക്കാം. 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ, ഒരു വർഷം ലഭിക്കുന്ന ശരാശരി മഴ എത്രയാണ് ഇവിടെ, 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിലാണ്. വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ ഈ സസ്യങ്ങൾ എന്ത് ചെയ്യും, ഇല പൊഴിക്കാറുണ്ട്. ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലും
എന്ത് ചെയ്യുന്നുണ്ട്, ഈ വനങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശും ബീഹാറും. ഉത്തർപ്രദേശിലും ബീഹാറിലുമാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. 6 ആഴ്ച മുതൽ 8 ആഴ്ച വരെ ഈ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇല പൊഴിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട്. അവിടുത്തെ മഴ എത്രയാണ്, 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിലാണ്. ഇനി നമുക്ക് ആർദ്ര ഇലപൊഴിയും കാടുകൾ പറയുമ്പോൾ മഴ ഒന്നും കൂടി കൂടും അല്ലേ. ഇവിടെ വരണ്ട എന്നൊരു പദം വന്നു, അപ്പൊ തന്നെ അറിയാം മഴ കുറവാണ്. ഇനി 100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന ടെറായി ബാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വര, ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. വരണ്ട ഇലപൊഴിയും കാടുകൾ എവിടെയാ പറഞ്ഞത്, നമ്മളെ ഉത്തർപ്രദേശിലും ബീഹാറിലാണ് പറഞ്ഞത്. പക്ഷേ ആർദ്ര ഇലപൊഴിയും കാടുകള് ടെറായി ബാബർ മേഖലയിലും സിവാലിക് താഴ്വരയിൽ, ടെറായി ബാബർ മേഖല ഉൾപ്പെടുന്നതാണ് ഏത്, സിവാലിക് താഴ്വര എന്ന് പറയുന്നത്. അവിടെ ഒഡീഷ, പശ്ചിമ ബംഗാള് ഇവിടെയൊക്കെ എന്താണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. തേക്ക്, സാല്, ശിഷാം, ആഹാ പുതിയ പുതിയ പേരില്ലേ, പോട്ടെ ഞാൻ കേട്ടോ പറഞ്ഞ വയ്യ. മഹുവ, നെല്ലി, ചന്ദനം എന്നിവ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യവർഗങ്ങളാണ്. ആർദ്ര ഉഷ്ണമേഖല വനങ്ങളിൽ കാണപ്പെടുന്നത് അതൊക്കെയാണ് തേക്ക്, സാല്, ശിഷാം. ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? തേക്ക്, സാലും ഒക്കെ നമ്മൾ നോർമൽ ആയിട്ട് കേൾക്കും. നെല്ലിയും ചന്ദനും ഒക്കെ. ശിഷ, മഹുവ എന്ന് എനിക്കറിയില്ല കേട്ടോ. ശിഷ, മഹുവ എന്നിവ ഉഷ്ണമേഖല ഇലമൊഴി വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യവർഗങ്ങളാണ്. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും, മഴ കൂടുതലുള്ള ഭാഗങ്ങളിലാണ് ഏത് നിൽക്കുന്നത്, തേക്ക്, അതുപോലെ മറ്റു വൃക്ഷങ്ങളും അവയ്ക്കിടയിൽ പുൽമേടുകളും കാണപ്പെടുന്നു. അതുമൂലം ഒരു മൈതാന ഭൂപ്രദേശ ദൃശ്യം ഈ വനപ്രദേശങ്ങൾക്ക് കൈവരുന്നു. വരൾച്ച കാലത്തിന്റെ തുടക്കത്തിൽ മരങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഇല പൊഴിക്കുന്നു. അത് വരൾച്ച വരുന്ന സമയത്ത് നമുക്കറിയാലോ, ഈ എന്താണ് കണ്ടോ, ഉഷ്ണമേഖല വരണ്ട ഇല പൊഴിയും കാടുകൾ ഇലകളൊക്കെ പൊഴിച്ച് കണ്ടോ, മരങ്ങൾ തടികൾ മാത്രമായിട്ട് നിൽക്കുന്നത്. മഴ കുറവും കന്നുകാലി മേക്കലിന്റെ വർധനവും കാരണം ഉത്തരേന്ത്യൻ സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ ശുഷ്കമാണ്. ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്, സസ്യങ്ങൾ തീരെ കുറവാണ്. കാരണം അവിടെ മഴ കുറവുമാണ്, കന്നുകാലി മേക്കല് കൂടുതലുമാണ്. തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടാറുണ്ട്. വൈവിധ്യമാർന്ന പുല്ല്, കുറ്റിച്ചെടികൾ നിറഞ്ഞതാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ. ബാബുൽ, ബെർ, വന്യ ഈന്തപ്പനകൾ, ഗൈർ, വേപ്പ്, കെജ്രി, പലാസ് തുടങ്ങിയവയാണ് മറ്റു പ്രധാനപ്പെട്ട സസ്യവർഗങ്ങൾ. ഉഷ്ണമേഖല മുൾക്കാടുകളിൽ കേട്ടോ, ഉഷ്ണമേഖല മുൾക്കാട്, അതായത് ഈ മുൾക്കാട് കേട്ടോ, ഈ മുൾക്കാടിലുള്ള സസ്യവർഗങ്ങളാണ് ഏതൊക്കെയാ, ബാബുൽ, ബെർ, വന്യ ഈന്തപ്പന, ഗൈർ, വേപ്പ്, കെജ്രി, പലാസ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട സസ്യം. നമ്മുടെ കേരളത്തിലെ സസ്യങ്ങൾ എന്ന് പഠിക്കാൻ എളുപ്പം അല്ലെ, മാവ്, പ്ലാവ്, വേപ്പ് അല്ലെ, സുഖല്ലേ പഠിക്കാൻ. 2 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ടസോക്കി എന്ന പുല്ല് വിഭാഗങ്ങളും അടിക്കാടായി ചില ഇടങ്ങളിൽ കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം കേട്ടോ. 2 മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല മുൾക്കാടിലെ പുല്ല് വിഭാഗം ഏത്, ടസോക്കി എന്ന പുല്ല് വിഭാഗം, ടസോക്കി. രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങള്, ശുദ്ധജല തടാകങ്ങള്, ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പ്, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലം, സുന്ദർബൻ ഡെൽറ്റ പ്രദേശം എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പ് നില വനങ്ങൾ. ചതുപ്പ് നില വനങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. രാജസ്ഥാൻ സമതലം പഠിച്ചില്ലേ, അവിടെ കുറെ രാജസ്ഥാനിലെ ഉപ്പുപാടങ്ങൾ പഠിച്ചില്ലേ, ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയെന്ന് പഠിച്ചു, ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പ്, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലം, സുന്ദർബൻ ഡെൽറ്റ പ്രദേശം, ഇവിടെയൊക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്, ചതുപ്പ് നിലവനങ്ങൾ കാണപ്പെടാറുണ്ട്. പശ്ചിമ ബംഗാളിലെ ഗംഗാ സമതലത്തിന്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശം, പശ്ചിമ ബംഗാളിലാണ് ഏത് കാണപ്പെടുന്നത്, ഡെൽറ്റ അല്ലെ, സുന്ദർബൻ ഡെൽറ്റ. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് ഇത്, സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത്. അതെന്താണ്, ഇതൊരു ചതുപ്പ് നിലവനമാണ് കേട്ടോ. ഡെൽറ്റ പ്രദേശം എന്ന് പറയുന്നതാണ് ചതുപ്പ് നിലം. ഇതാണ് അല്ലേ, നോക്കിക്കേ, സുന്ദർബൻ ഡെൽറ്റ. ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽ കാടുകൾ. റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ. പഠിച്ചോട്ടെ, റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം എവിടെയാണ്, ബംഗാൾ കടുവ പശ്ചിമ ബംഗാളിലാണ് സുന്ദർബൻ. മത്സ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ജലജീവി വർഗ്ഗങ്ങൾക്ക് കണ്ടൽ സസ്യങ്ങളുടെ വേരുകൾ സജീവ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നു. വൈവിധ്യമാർന്ന പക്ഷികളുടെ അഭയകേന്ദ്രം കൂടിയിട്ടാണ് കണ്ടൽ കാടുകൾ. സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ്. ഇതാണ് സുന്ദർബൻ ഡെൽറ്റ പ്രദേശം. ഇതാണ് സുന്ദരി കണ്ടൽ. ഇതാണ് സുന്ദർബൻ കാടുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അങ്ങനെ ഈ സുന്ദരി എന്നുള്ള പേര് കൊണ്ടാണ് ആ ഡെൽറ്റ പ്രദേശം, പശ്ചിമ ബംഗാളിന്റെ ഡെൽറ്റ പ്രദേശത്തിന് എന്ത് പേര് വന്നത്, സുന്ദർബൻ ഡെൽറ്റ പ്രദേശം എന്ന് പേര് വരാൻ കാരണം
ഇനി നമുക്ക് ഉത്തരേന്ത്യൻ സമതലത്തിലെ മണ്ണിനങ്ങളെ കുറിച്ചിട്ട് നോക്കാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന നമുക്കറിയാം ഭൂപ്രകൃതിയാണെങ്കിലും മണ്ണാണെങ്കിലും കാലാവസ്ഥയാണെങ്കിലും നദികൾ വ്യൂഹമാണെങ്കിലും ഒക്കെ എന്ത് കൂടുതലാണ് ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടുതലാണ്. അവിടെ ഉത്തരേന്ത്യൻ മഹാസമുദ്രം പറയുമ്പോൾ തന്നെ നമുക്കറിയാം എങ്ങനെ സമതലം രൂപപ്പെട്ടു. നദികളൊക്കെ കൊണ്ടുവരുന്ന അവസാദങ്ങളൊക്കെ നിക്ഷേപിച്ച് രൂപപ്പെട്ടിട്ടാണ് ഏത് കൊണ്ടുവരുന്നത് എക്കൽ മണ്ണ് അല്ലെ. അപ്പൊ അവിടുത്തെ ഉത്തരേന്ത്യൻ സമതലത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനം ഏത് തന്നെയാണ് എക്കൽ മണ്ണാണ് അല്ലെ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തവയാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് എന്ന് പറയുമ്പോൾ തന്നെ എക്കൽ മണ്ണിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പലവിധം മണ്ണുകൾ കാണപ്പെടാറുണ്ട്. രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിന്റെ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്നു. എക്കൽ മണ്ണ് എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ മരുഭൂമിയിൽ പറയുമ്പോൾ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണോ? അല്ല അല്ലെ, അവിടെ കുറവായിരിക്കും. പക്ഷെ ഗുജറാത്തിന്റെ സമതലങ്ങളിൽ എത്തുമ്പോഴേക്കും എന്താണ് നല്ല മണ്ണാണ് വ്യാപകമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഗംഗാ സമതലങ്ങളിൽ 2 വ്യത്യസ്തങ്ങളായ എക്കൽ മണ്ണിനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഖാദർ, ബങ്കർ എന്നിവയാണ്. ബ്രഹ്മപുത്ര ഗംഗാ സമതലങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണ് കൂടുതലും നേർത്തതും കളിമണ്ണ് കലർന്നതുമായിട്ട് കാണപ്പെടുന്നു. കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് എക്കൽ മണ്ണ്. മധ്യഗംഗാ സമതലത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലായി ചെമ്മണ്ണ് കാണപ്പെടുന്നു. മധ്യഗംഗാ സമതലത്തിന്റെ തെക്കൻ ഭാഗത്താണ് ചെമ്മണ്ണ് കാണപ്പെടുന്നത്. എന്താണ് ചെമ്മണ്ണ്? ചുമപ്പ് കളറാണ് അല്ലെ. അത് കാരണം എന്താണ്? ഇരുമ്പിന്റെ സാന്നിധ്യം. ഇരുമ്പിന്റെ സാന്നിധ്യമാണ് അതിന് ചുമപ്പ് നിറം നൽകുന്നത്. സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ലവണ മണ്ണ് കേട്ടോ. മധ്യഗംഗാ സമതലത്തില് ചെമപ്പ് മണ്ണ്, പിന്നെ സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ലവണ മണ്ണ്. പൊതുവെ ഈ മണ്ണ് ലവണം എന്താണ്? ഉപ്പിന്റെ അംശം. ലവണം പറയുമ്പോൾ എന്താണ്? ഉപ്പിന്റെ അംശം കൂടുതലാണ്. മണലും പശ്ചിമ മണ്ണും കൂടിക്കലർന്ന മണ്ണാണിത്. ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്രജല കയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണുണ്ടാവാൻ കാരണമാകുന്നത്. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ പലയിടങ്ങളിലും ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയിടങ്ങളിൽ എക്കൽ മണ്ണിന് ശോഷണം സംഭവിച്ച ലവണ മണ്ണായിട്ട് മാറിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശങ്ങളിൽ പീറ്റ് മണ്ണും കാണപ്പെടാറുണ്ട്. അപ്പൊ ചുമപ്പ് മണ്ണ്, ലവണ മണ്ണ്, എക്കൽ മണ്ണ്, പീറ്റ് മണ്ണ് ഇതൊക്കെ എന്താണ് ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഓരോരോ പ്രദേശങ്ങളിലായിട്ട് കാണപ്പെടാറുണ്ട്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കണ്ടുവരുന്ന വരണ്ട മണ്ണ്. രാജസ്ഥാൻ മരുഭൂമിയാണ്, അപ്പൊ അവിടെ അറിയാം വരണ്ട മണ്ണായിരിക്കും. ഘടനാപരമായി മണൽ രൂപവും ലവണത്വ സ്വഭാവമുള്ള ഈ മണ്ണിൽ, അപ്പൊ ആ മണ്ണിന്റെ സ്വഭാവം എന്താണ്? ഈ വരണ്ട മണ്ണിന്റെ സ്വഭാവം മണലാണ് അല്ലെ, മണൽ രൂപമാണ്. അതുപോലെ ലവണത്വ സ്വഭാവം, ഉപ്പിന്റെ സ്വഭാവവും ഈ മണ്ണിലുണ്ട്. ജൈവാംശവും ജലാംശവും എന്താണ്? വളരെ കുറവാണ്. അതിനാൽ ഈ മണ്ണിൽ സസ്യവളർച്ചയ്ക്ക് ജലസേചനം അനിവാര്യമാണ്. ഇനി ഇവിടുത്തെ ജനജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രകൃതി, എപ്പോഴും നീരൊഴുക്കുള്ള നദികള്, അനുയോജ്യമായ കാലാവസ്ഥ തുടങ്ങിയവ ഉത്തര മഹാസമുദ്രത്തിന്റെ സവിശേഷതകളാണ്. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/4 കേട്ടോ, 1/4 ഭാഗത്തിനും താഴെയാണ് ഉത്തരേന്ത്യൻ സമുദ്രത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതി എടുക്കുമ്പോൾ ഇപ്പം 4 ഭാഗം മൊത്തം വിസ്തൃതിയാണെങ്കിൽ അതിൽ 1 ഭാഗം ഏതാണ്? ഉത്തരേന്ത്യൻ സമുദ്രത്തിന്റെ വിസ്തീർണമാണ്. എന്നാൽ ഈ മഹാസമുദ്രമാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത്. നമ്മുടെ ഇന്ത്യയിൽ മൊത്തം ജനസംഖ്യ എടുക്കുമ്പോൾ അതിൽ പകുതിയിൽ ഏറെയും 3/4 ഭാഗവും എവിടെ തന്നെയാണ്? ഈ ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഉൾക്കൊള്ളുന്നത്. കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്ക്. കാർഷിക മേഖലയ്ക്ക് നല്ല രീതിയിൽ പ്രാധാന്യം എവിടെയുണ്ട്? ഉത്തര മഹാസമുദ്രത്തിനുണ്ട്. ഇവിടെ ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ് തുടങ്ങിയ വ്യത്യസ്ത വിളകൾ വ്യാപകമായിട്ട് കൃഷി ചെയ്യപ്പെടുന്നു. ജലസേചനത്തിന്റെ സഹായത്തോടെ അതിവിപുലമായ കൃഷിരീതി ഈ മഹാസമുദ്രത്തെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നാക്കി. അപ്പൊ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഏതാണ്? ഉത്തര മഹാസമുദ്രമാണ്. അവിടെ കാരണം ഗോതമ്പും നെല്ലും ചണവും കരിമ്പും ഒക്കെ വ്യത്യസ്ത വിളകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉത്തര മഹാസമുദ്രത്തെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. കാർഷിക വ്യവസ്ഥ അല്ലെ, കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പടുത്തുയർത്തുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഭൂവിസ്തൃതി നോക്കുമ്പോൾ അതിൽ 3/4 ഭാഗവും എവിടെ തന്നെയാണ്? ഉത്തര മഹാസമുദ്രത്തിലാണ്. ഇതൊക്കെ കാരണം എന്താണ്? കാർഷിക മേഖല അല്ലെ, കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവിടുത്തെ സമ്പദ് വ്യവസ്ഥ പടുത്തുയർത്തുന്നത്. അവിടെ ഏതൊക്കെ കൃഷിയാണ്? ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പൊക്കെ ധാരാളം കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യാൻ കാരണം എന്താണ്? ജലസേചനത്തിന് നല്ല സഹായം, നല്ല ജലസേചനമുണ്ട്. അതിവിപുലമായിട്ടുള്ള കൃഷി രീതി ഉത്തര മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ ധാന്യപ്പുര. പ്രീവിയസ് ക്വസ്റ്റൻ ആണല്ലേ. താർ മരുഭൂമി ഒഴികെയുള്ള സമുദ്രത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും റോഡുകളുടെയും റെയിൽപാതകളുടെയും അതിവിപുലമായ ശൃംഖലയുടെ ഉത്തരേന്ത്യ മഹാസമുദ്രത്തിലെ പടിഞ്ഞാറ് ഭാഗം നമുക്കറിയാം രാജസ്ഥാനിലെ താർ മരുഭൂമിയാണ്. ആ ഭാഗം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഭാഗവും എന്താണ്? റോഡുകളും റെയിൽപാതകളും കൊണ്ട് വലിയ ശൃംഖല തീർത്തിട്ടുണ്ട്. ഇത് വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തിലേക്കും നഗരവൽക്കരണത്തിലേക്കും ഒക്കെ കാരണമായി.
അതുപോലെ തന്നെ ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 വ്യത്യസ്ത കാർഷിക കാലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിവിധ വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഖാരിഫ്, റാബി, സെയ്ദ് വിളകളിലെ സെയ്ദ് പറയുമ്പോൾ ഏതാണ്? പഴം, പച്ചക്കറിയിലെ പഴം, പച്ചക്കറി. ഇവിടെ റാബി വിളകൾ ഏതൊക്കെയാണ്? പയറ്, ഗോതമ്പ്, ബാർലി, കടുക്, ഇതൊക്കെ ഏതാണ്? റാബി വിളകളാണ് അല്ലെ. അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിവിധ ഇനം വിളകൾ കൃഷി ചെയ്യുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന കാർഷിക കാലമാണ് ഖാരിഫ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം നമുക്ക് ജൂണിൽ സ്റ്റാർട്ട് ചെയ്യില്ലേ? ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഖാരിഫ് വിള കൃഷി ചെയ്യുന്നത്. ശൈത്യകാലത്തിന്റെ വരവോടുകൂടി ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി വിള. റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല വിളയാണ് ഇത് സൈദ് എന്ന് പറയുന്നത്. മാർച്ച് മാസത്തിലൊക്കെയാണ് മാർച്ചിലല്ലേ വേനൽക്കാലം തുടങ്ങുന്നത്? ആ സമയത്താണ് ഏത് കൃഷി തുടങ്ങുക? സെയ്ദ് വിള തുടങ്ങുക. പഴം, പച്ചക്കറി വിളകൾ കേട്ടോ. ഇനി മൺസൂൺ കാലങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഖാരിഫ് വിള തുടങ്ങുക. ശൈത്യകാലത്തിന്റെ വരവോട് കൂടിയിട്ട് അപ്പൊ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. മൺസൂണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഖാരിഫ് വിള സ്റ്റാർട്ട് ചെയ്യും. ശൈത്യം തുടങ്ങിയാൽ ഏത് ചെയ്യും? റാബി തുടങ്ങും. ഇനി വേനൽക്കാലം തുടങ്ങിയാൽ ഏത് ചെയ്യും? സൈദ് തുടങ്ങും കേട്ടോ. സൈദ് ഇവിടെ ഉണ്ട് കാർഷിക കാര്യങ്ങൾ. ഖാരിഫ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര, പയർവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് ബജ്ര, തുവര ഒക്കെ വരും. ഇതാണ് ഇത് ഖാരിഫ് വിളകള്. എല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ആണ്. റാബി ഒക്ടോബറിൽ മുതൽ മാർച്ച് വരെ അല്ലെ. മിതോഷ്ണ, ഉപോഷ്ണ വിളകളായ ഗോതമ്പ്, പയർവർഗ്ഗം, കടക് വർഗ്ഗം, ബാർലി, ഇതൊക്കെ എന്താണ്? റാബിയിലെ. നമ്മൾ എന്താ റാബി വിളകൾക്ക് കോഡ് പഠിക്കുക? പയർ, ഗോ ബാക്ക് അല്ലെ. പയറെ നീ തിരിച്ചു ഗോ ബാക്ക്. പയറ്, ഗോതമ്പ്, ബാർലി, കടുക്. ഇനി സൈദാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെ. പച്ചക്കറി, പഴങ്ങള്, കാലിത്തീറ്റ മുതലായവ. ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകളൊക്കെ നമ്മൾ നോക്കി. ഉത്തരമഹാസമുദ്രം എന്ന ഈ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ വ്യാപ്തി, അതിന്റെ കിടപ്പ്, അത് രൂപം കൊണ്ട പ്രക്രിയ എന്നിവയെ കുറിച്ചൊക്കെ നമ്മൾ എന്തായത് മനസ്സിലാക്കി. ജലസമൃദ്ധി കൊണ്ടും അതുപോലെ ഫലസമൃദ്ധി കൊണ്ടും സവിശേഷമായ ഈ ഭൂപ്രകൃതിക്ക് ഇന്ത്യയിലെ സംസ്കാരം രൂപപ്പെടുന്നതിൽ ഗണ്യമായ, ഇപ്പൊ നമ്മൾ പറയും ഇന്ത്യ പറയുമ്പോൾ നല്ലൊരു സംസ്കാരമുള്ള ഒരു നാടാണല്ലേ. അതിനൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഏത് തന്നെയാണ്? ഉത്തരേന്ത്യൻ മഹാസമുദ്രമാണ്. അതുപോലെ രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് അല്ലെ. കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഏതാണ്? ഉത്തരമഹാസമുദ്രമാണ്. ഭക്ഷ്യസുരക്ഷ എന്ന സുപ്രധാനമായ ഉത്തരവാദിത്തമാണ് ഈ ഭൂപ്രകൃതി വിഭാഗം ഏറ്റെടുക്കുന്നില്ലേ. കാർഷിക സമ്പദ് വ്യവസ്ഥ പടുത്തുയർത്തുന്നതില് ഉത്തരമഹാസമുദ്രത്തിന് അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ട്. സമതലമേകുന്ന സഞ്ചാര വിനിമയ സൗകര്യങ്ങൾ സഹസ്രാബ്ദങ്ങൾ മുമ്പ് മുതൽക്കേ ജനങ്ങളുടെ വ്യാപനത്തിനും ഇടപെടലിനും കളമൊരുക്കിയിട്ട് ഇതിലൂടെ രൂപപ്പെട്ട മിശ്ര ബഹുസ്വര സംസ്കാരമാണ് ഇന്നത്തെ ഇന്ത്യയുടെ ശക്തിയും സൗന്ദര്യവും എന്ന് പറയുന്നത്. അങ്ങനെ ഉത്തരമഹാസമുദ്രം ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ ലെസൺ കംപ്ലീറ്റ് ആയി. ഇനി 3ഉം 4ഉം കഴിഞ്ഞ് നമ്മുടെ 9ാം ക്ലാസ്സും കംപ്ലീറ്റ് ആയി. നമുക്ക് അങ്ങനെ ഇനി സയൻസ് എന്ന മഹാമാരിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? കടക്കണം. അവിടെ ഇനി എന്ത് കോലമാണെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. സത്യം ഞാൻ പുതിയ ചാപ്റ്റർ എല്ലാം എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല. കാരണം എനിക്ക് വയ്യ. ഇനി ഇതൊന്ന് സോഷ്യലൊക്കെ കഴിയട്ടെ, ജോഗ്രഫി ഇതൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്. ഇനി ബയോളജി പോകുമ്പോൾ പഴയ സയൻസ് ഈ സയൻസും കൂടി എന്താണെന്നുള്ളത് അവസ്ഥ അറിയില്ല. തീർച്ചയായിട്ടും ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒക്കെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇതോടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് എന്താണ് വെറുതെ സമയം കളഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ താഴെ എന്തായാലും കമന്റ് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം. നമുക്ക് നാളെ 3ാമത്തെ ലെസണുമായിട്ട് കാണാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.